ഖിയാമത്ത് നാൾ ഓരോ ഭാഗത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോരോ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ ദിവസം തോറും ഖിയാമത്ത് നാൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ അന്ത്യയായി. അതാണല്ലോ ഒരു ലോകത്തിന്റെ അന്ത്യമാണ്, ഒരു മനുഷ്യന്റെ അന്ത്യമാണ് അവന്റെ ഖിയാമത്ത് എന്ന് പറയുന്നത്. അവന്റെ അന്ത്യമാണ്. പിന്നീട് അവർക്ക് അങ്ങോട്ട് പിന്നീട് ഒരു കാര്യത്തിനും ഒരു അവസരമോ ഒരു സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് ഒരാൾ മരണപ്പെടുക അവന്റെ ഖിയാമത്തായി. അപ്പൊ ദിവസം തോറും ഇവിടെ ഖിയാമത്ത് നടക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഒരാളുടെ അന്ത്യം അതാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഇതെല്ലാം അതിന്റെ അർത്ഥം എന്താ? ഖിയാമത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതിന് തെളിവാണ്. അപ്പോൾ അന്ത്യനാൾ നാം അറിയപ്പെടാത്ത അത്ഭുതം എന്ന് പറയുമ്പോൾ നാം അറിയപ്പെടാത്ത ഒരു കാര്യമാണ്. ഒരാൾ മരണപ്പെടൽ അത് അവന്റെ ഖിയാമത്താണെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. സംഭവം എനിക്ക് നിങ്ങൾക്കും അറിയില്ല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിന്റെ അറിയപ്പെടാത്ത അത്ഭുതങ്ങൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കുറെ വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അന്ത്യനാളിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അപ്പോൾ മൂന്നായിട്ട് നമുക്ക് ചെയ്യാം. ഒന്ന് ഖിസ്മുൽ ലഹറ വൻഖല, സംഭവിച്ചു, വെളിപ്പെട്ടു, അത് അസ്തമിച്ചു. രണ്ട് ഖിസ്മുൽ ലഹറ വലം യൻഖലി, വെളിപ്പെട്ടു ഖിയാമത്തിന്റെ അടയാളങ്ങൾ, പക്ഷെ വലം യൻഖലി അത് പൂർത്തിയായിട്ടില്ല, അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ ഇപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പല പല അത്ഭുതങ്ങൾ. മൂന്നാമത്തെ അത്ഭുതമാണ് ഖിയാമത്തിന്റെ പരിപൂർണമായ അടയാളങ്ങൾ, അൽ അമാറാത്തുൽ കബീറ. അത് വലിയ അത്ഭുതങ്ങളാണ്. അതിങ്ങനെ തുടർച്ചയായി കൊണ്ടേയിരിക്കും. അതോടുകൂടി ഈ ലോകം പരിപൂർണമായി നഷ്ടപ്പെട്ടു. അതാണ് മൂന്നാമത്തെ സംഭവം. ഇപ്പോൾ നമ്മുടെ 21ാം നൂറ്റാണ്ടിലെ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്നത് രണ്ടാമത് നമ്മൾ പറഞ്ഞ വിഭാഗമാണ് ഖിസ്മുൽ ലഹറ വലം യൻഖലി, വെളിപ്പെട്ടു അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ, പക്ഷേ അത് പൂർത്തിയായിട്ടില്ല, അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഒന്നാമതായി പറഞ്ഞത് ഖിസ്മുൽ ലഹറ വൻഖല, വെളിപ്പെട്ടത് എന്താണ്, പൂർത്തിയായത് എന്താണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിയാമത്തിന്റെ അടയാളമാണ് എന്റെ ജനനം. എന്റെ ജനനം ഖിയാമത്തിന്റെ അടയാളമാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ബുഇസ്തു അന വസ്സഅതു ഖഹാതൈൻ, ബുഇസ്തു അന വസ്സഅതു ഖഹാതൈൻ, ഞാനും എന്റെ നാളും ഇതേപോലെയാണെന്ന് രണ്ട് വിരലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നബിതങ്ങളുടെ ജനനവും ഖിയാമത്ത് നാളും ഇതേപോലെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത് ഖിയാമത്തിന്റെ അടയാളമാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, രണ്ടാമതായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫത്ഹു ബൈത്തുൽ മഖ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അത് സംഭവിച്ചതായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജയിച്ചടക്കിയിരുന്നു. ജൂതന്മാരുടെ കൈകളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചു വാങ്ങിക്കൊടുത്തു. ജൂതനസ്രാണികളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തുയർത്തിയ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് അത് മുസ്ലിമാന്റെ ഗേഹമാണ്. ആകാശത്തിന്റെ കവാടം അവിടെയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ മിഅ്റാജിലേക്ക് കൊണ്ടുപോയപ്പോ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചല്ലയോ ഒരിടത്താവളം മലയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശ്രമ കേന്ദ്രമായി കണ്ടത് ബൈത്തുൽ മുഖദ്ദസാണ്. എന്തിനാണ്? അവിടെ മുതലാണ് പിന്നീട് അങ്ങോട്ട് ആകാശരോഹണം നടന്നത്. ആകാശത്തിന്റെ വാതിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മുകളിലാണ്. മഹബത്തുൽ അംബിയാ, മഹബത്തുൽ വഹീ വ മഖറുൽ അംബിയാ, വഹീ ഇറങ്ങുന്ന സ്ഥലം അവിടെയാണ്. മാലാഖമാരുടെ സങ്കേതം അവിടെയാണ്. പ്രവാചകന്മാരുടെ ഖബറിടം അവിടെയാണ്.
എത്രയോ ചരിത്രങ്ങളാണ് തിരുത്തിക്കുറിച്ചത്, എത്രയോ ചരിത്രങ്ങളാണ് ബൈത്തുൽ മുഖദ്ദസിന് പറയാനുള്ളത്. ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ലോകത്തെ മാടി വിളിച്ചിരുന്ന ഒരു നാടായിരുന്നില്ലേ? ലോകത്ത് സമ്പൽ സമൃദ്ധി കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട നാടായിരുന്നു പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. 16 മാസക്കാലത്തോളം അല്ലാഹുവിന്റെ റസൂൽ അവിടേക്ക് നോക്കിയല്ലയോ നമസ്കരിച്ചിരുന്നത്. അത്രത്തോളം ഹനീയമായ ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം ഖിയാമത്തിന്റെ അടയാളമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംഭവിച്ചു. ബൈത്തുൽ മുഖദ്ദസ് പരിപൂർണമായി മോചിപ്പിച്ചു, മുസ്ലിമീങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിലാണ്. ഉമർ റളിയല്ലാഹു തആല അത് പിടിച്ചെടുക്കാൻ വേണ്ടി പോയത് ഏത് കോലത്തിലാണ്? 18 തുന്നലുകളുള്ള ഒരു കുപ്പായം അണിഞ്ഞുകൊണ്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് സഞ്ചരിക്കുമ്പോ പ്രമുഖരായ സ്വഹാബാക്കൾ മഹാനായ ഉമറിനോട് പറയുകയാണ്, അല്ല മഹാനവറുകളെ, അമീറുൽ മുഅ്മിനീൻ, ഇന്നൊരു സംഭാഷണത്തിന് പോവുകയാണ്. ഇന്ന് നമ്മളിൽപ്പെട്ട മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായുള്ള സ്നേഹ സംവാദമാണ് നടക്കാൻ പോകുന്നത്. അങ്ങ് രാജ്യത്തിന്റെ കിരീടാവകാശിയാണ്, അങ്ങ് രാജ്യം ഭരിക്കുന്ന അമീറാണ്. അതുകൊണ്ട് അങ്ങയുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ 18ഓളം തയ്യലുകളുണ്ട്, തുന്നലുകളുണ്ട്. അതുകൊണ്ട് മഹാനവറുകളെ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഒരു പുതിയ വസ്ത്രം വാങ്ങിയിട്ടുണ്ട്. ആ വസ്ത്രം അങ്ങ് ധരിച്ചിട്ട് അങ്ങയുടെ ശരീരത്തിൽ കിടക്കുന്ന ആ കീറിപ്പറഞ്ഞ വസ്ത്രം ഒന്ന് മാറ്റിവെച്ചാലും. നല്ല വസ്ത്രമൊക്കെ ഇട്ട് വെടിപ്പായിട്ട് പോകാൻ വേണ്ടിയിട്ട് സഹാബാക്കൾ നല്ല പുതിയ വസ്ത്രം വാങ്ങി കൊടുത്തു. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ പുതിയ വസ്ത്രം വാങ്ങി ശരീരത്തിൽ ധരിച്ചിട്ട് ബാത്റൂമിലേക്ക് പോയി പഴയ വസ്ത്രം കഴുകാൻ ഉപയോഗിച്ചു. സാധാരണ നമ്മൾ പഴയ വസ്ത്രം ധരിച്ചിട്ടാണ് കഴുകുന്നത്. ഇതിപ്പോ പുതിയ വസ്ത്രം ധരിച്ചിട്ട് പഴയ വസ്ത്രം കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി ഉണക്കി തയ്ച്ച് അല്ല റാഹത്താക്കി യാത്ര പുറപ്പെടാൻ നേരത്ത് പുതിയ വസ്ത്രം അഴിച്ചു മാറ്റി അതേ പഴയ വസ്ത്രം തന്നെ ഉപയോഗിച്ചു. മഹാന്മാരായ സ്വഹാബത്ത് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖിനോട് ചോദിക്കുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങി തന്ന സമ്മാനം അങ്ങ് തിരസ്കരിക്കുകയാണോ? ഇല്ല സ്വഹാബത്തെ, ഇല്ല സ്വഹാബത്തെ, പ്രൗഢിയിലും പ്രതാപത്തിലുമല്ല കാര്യമുള്ളത്. അരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരത്തിലുള്ള ഈമാനിക ജ്യോതിസുണ്ടല്ലോ, അതിനാണ് കാര്യമുള്ളത്. ബാഹ്യരൂപത്തിലേക്കല്ല പടച്ച തമ്പുരാൻ ഒരാളെ ശ്രദ്ധിക്കുക. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. പടച്ച തമ്പുരാൻ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് നോക്കുക, അവന്റെ വസ്ത്രത്തിലേക്കല്ല, അവന്റെ ബാഹ്യമായ ഭാഗങ്ങളിലേക്കല്ല, അവന്റെ ഈമാനിക ജ്യോതിസിലേക്കാണ് പടച്ചവൻ നോക്കുക എന്ന് മഹാനായ ഉമർ അൽ ഫാറൂഖ് പറഞ്ഞെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പട്ടിണി കിടന്ന കാലങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ കണ്ടം വെച്ച വസ്ത്രം ധരിച്ചിരുന്ന കാലത്തെ കുറിച്ച് ഇവരൊക്കെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിരുപ്പില്ലാതെ ഓലപ്പന മടലിൽ കിടന്ന ചരിത്രം ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ സഹാബാക്കളെ തെളിയപ്പെടുത്തുകയായി. അതുകൊണ്ട് സഹാബത്തെ, നമുക്ക് വേണ്ടത് ഈമാനിക ജ്യോതിസാണ്, ഈമാനിക പവറല്ലേ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ 18 കീറലുള്ള തുന്നലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് കീഴ്പ്പെടുത്താൻ പോയത്. നമ്മളൊക്കെ വാഹനത്തിന് വരാൻ പോകണമെങ്കിൽ പറഞ്ഞ പോലെ ആരൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞിരുന്നു, ഇങ്ങനെ കയ്യിൽ പ്രത്യേകം തുളച്ച് ഊത്, പിന്നെ പ്രത്യേകമായ ഒരു ഷാള്, പ്രത്യേകമായ ഒരു ഉടുപ്പ്, പ്രത്യേകമായ ഒരു മുണ്ട്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടു. അൽഹംദുലില്ലാഹ്, വൃത്തി വേണമല്ലോ. ഇന്നല്ലാഹ തയ്യിബുൻ ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫ. അല്ലാഹു വൃത്തി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമ്മളിപ്പോ കീറി പറഞ്ഞ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലഘട്ടം അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ലാഹു തൗഫീഖ് ചെയ്ത് റാഹത്തായ രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വസ്ത്രത്തിലും ചെരുപ്പിലും വാഹനത്തിലും ഒന്നും നമ്മൾ പിശുക്ക് കാണിക്കേണ്ടതില്ല. എന്നും പറഞ്ഞാൽ ആഡംബരമാകണമെന്നല്ല അതിന്റെ അർത്ഥം. ജനങ്ങളുടെ മുന്നിൽ പോകുമ്പോൾ വൃത്തിയായിട്ട് പോകണം. ഫേസ്ബുക്കിൽ ഇങ്ങനെ വാട്സപ്പിലൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ആരൊക്കെയോ ഇപ്പം കമന്റ് അടിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ, കമന്റിന് ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇന്നത്തെ പ്രാസംഗികന്മാരൊക്കെ പോകുന്ന രംഗങ്ങളെ കുറിച്ച് ഇങ്ങനെ വിവരിച്ചപ്പോൾ ഒരു എപ്പിസോഡ് എടുക്കാൻ പറ്റിയ ഒരു വിവരണമായിരുന്നു. അതും കൂടെ ഉള്ളു. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാണ്.
ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ വൃത്തി ഈമാന്റെ ഭാഗമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പ്രാസംഗികന്മാരെ കുറിച്ച് പറയുന്നതിനേക്കാളും നല്ലത്? എത്രയോ പേര് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നു, രാത്രി കൊടുത്ത കൂതറ കൈലി കൊടുത്തോണ്ട പള്ളിക്ക് സുബഹിക്ക് വരാൻ അതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ ആരുമില്ല. ബർമൂടയിട്ടുകൊണ്ട് പള്ളിയിൽ നമസ്കരിക്കാൻ വരികയാണ്, അതിനെതിരെ പ്രതികരിക്കാൻ എന്ന സമുദായമില്ല. പ്രഭാഷണം നടത്തുന്ന മുസ്ലിയാക്കന്മാരുടെ പച്ചയിറച്ചി തിന്നാൻ വേണ്ടി നടക്കുകയാണ്. കാരണം എന്താ? പാതിരാ സമയത്ത് സിനിമാ തിയേറ്ററിലും വിശൽ നിലാവിലും ഗാനമേളയിലും ഒക്കെ പോകേണ്ട ഈ ഉമ്മത്തിനെയൊക്കെ പിടിച്ചിരുത്തി 1-2 മണിക്കൂർ വാത് പറഞ്ഞ ആ സദസ്സിലെങ്കിലും അത്രയും സമയം അവർ ഇരിക്കുന്നില്ല എന്നുള്ളൊരു വഴി ഒരുക്കിയ ഈ പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്ന കാര്യമില്ലല്ലോ. ന്യൂനതകൾ പറഞ്ഞു കൊടുക്കണം, പക്ഷെ ന്യൂനതകൾ പരസ്യപ്പെടുത്തലല്ല വേണ്ടത്. ന്യൂനതകൾ പറയണം. ന്യൂനത ഇല്ലാത്ത ആരാണ്? അല്ലാഹ് അല്ലാത്ത എല്ലാത്തിനും ന്യൂനതയുണ്ട്. ന്യൂനത ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ന്യൂനതയില്ലാത്ത ഒരാളും കടന്നു വരട്ടെ, അദ്ദേഹത്തിന്റെ നിത്യജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കണം. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നിത്യജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്നത്? അതുകൊണ്ട് ഒരു നല്ല വസ്ത്രത്തെ കണ്ടുകൊണ്ടോ, ഒരു വാഹനത്തെ കണ്ടുകൊണ്ടോ, ഒരു വീട് കണ്ടുകൊണ്ടോ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. അമിതമായി ആവശ്യമില്ലാതെ ആവശ്യത്തിനും അപ്പുറം ചെയ്യുന്ന ഭക്ഷണമാകട്ടെ, വാഹനമാകട്ടെ, വസ്ത്രമാകട്ടെ, വീടാകട്ടെ, അത് അല്ലാഹുവിന്റെ ഹിസാബാണ്. അത് നമ്മൾ സമാധാനം പറയണം. അതല്ലാതെ കണ്ടൊരു നല്ല വസ്ത്രം ഇട്ടിട്ട് പ്രസംഗിക്കാൻ പോകുന്നതിനെതിരെ ഒന്ന് കുറ്റം പറയും. ഇച്ചിരി മോശമായ വസ്ത്രം ഉസ്താദ് നൈമീലിയാക്കന്മാരോ ഒരു വൃത്തിയില്ല, അതും പറയും. വൃത്തിയില്ല, വെളിപ്പില്ലാതെ മുസ്ലിയാക്കന്മാര് വരുന്നു, അതും പറയും, കുറ്റം പറയും. അവിടെയും പ്രശ്നങ്ങളാണ്. കരയിലും പോകാൻ പറ്റില്ല, കടലിലും പോകാൻ പറ്റില്ല, ആകാശത്ത് കൂടെ പറക്കണം. അതേ പറ്റൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ അത്ഭുതമാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത്. ഇനിയും ഒരു കാലഘട്ടം ഉണ്ടാകും, ഇന്ന് ജൂതന്മാരുടെ കൈകളിലിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിനെ വീണ്ടും മോചിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബിയുനാ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ഗസ്വത്ത് തബൂക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അന്ത്യനാളിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ചോദിച്ചു മഹാനായ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എഴുതോ സഹോദരാ, വമൗതി, എന്റെ മരണം ഖിയാമത്തിന്റെ അടയാളമാണ്. ആദ്യ നബി തങ്ങൾ പറഞ്ഞത് എന്റെ ജീവിതം ഖിയാമത്തിന്റെ അടയാളമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗസ്വത്ത് തബൂക്കിൽ ഔഫ് ബിൻ മാലിക് സഹാബാക്കളോട് യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞതാണ്, എഴുതിക്കോ ഖിയാമത്തിന്റെ അടയാളമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൗതി, എന്റെ മരണം, എന്റെ വഫാത്ത് ഖിയാമത്തിന്റെ അടയാളമാണ്. അതേ കൂട്ടത്തിൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, വഫത്ഹി ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് വീണ്ടും ജയിച്ചടക്കപ്പെടും. വീണ്ടും വിജയിക്കും ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് അന്ന് ദീനിന്റെ കേന്ദ്രം ബൈത്തുൽ മുഖദ്ദസ് ആയി, മദീന അല്ല. ആരും ശ്രദ്ധിക്കപ്പെടാതെ മദീന മാറിപ്പോകും. മദീനയുടെ മണ്ണിൽ പക്ഷിപ്രവാദികൾ കൊണ്ട് നിറയും, പട്ടികളും നായികളും ചെന്നായികളും കൊണ്ട് നിറയും. പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ പോലും ചെന്നായികൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ എത്തോളം മദീന പട്ടണത്തെ വളരെ വളരെ നിസ്സാരമായി ജനങ്ങൾ കാണുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. ആ ഒരു കാലഘട്ടം ഉണ്ടാകുന്ന, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടാവും. മദീനയുടെ മെമ്പറിലൊക്കെ പട്ടി നായികൾ കയറിയിരിക്കുന്നതാണ്. അത്രത്തോളം ഒരു കാലഘട്ടം ഉണ്ടാകും. അന്ന് ദീനിന്റെ പ്രവാഹ കേന്ദ്രം ബൈത്തുൽ മുഖദ്ദസ് ആയിരിക്കും. ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്റെ വഫാത്ത് അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അതേപോലെ ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അതിനൊരു ഹദീസ് പറയുന്നു. ആ ഹദീസിൽ രണ്ട് കാര്യം പറഞ്ഞു. ബാക്കി വീണ്ടും നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പിന്നീട് അങ്ങോട്ട് പറഞ്ഞു തരാം. അപ്പോ ബഹുമാനമുള്ള സഹോദരങ്ങളെ, 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നമുക്ക് പറഞ്ഞു. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം. 2 ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം. 3 ഖുറൂജു നാരിൻ മിൻ അർളിൽ ഹിജാസ്, ഹിജാസിന്റെ മണ്ണിൽ നിന്ന് ഒരു അഗ്നി പ്രവഹിക്കുക. അഗ്നിഗോളം, ഹിജാസിന്റെ മണ്ണിൽ നിന്ന് തീ. അത് കഴിഞ്ഞ സംഭവത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാഅ ഹത്താ തഖറുജ നാറുൻ മിൻ നർമിൽ ഹിജാസ് തുളിഉ അനാഖൽ ഇബ്ലി ബിബുസ്റാ കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്ത്യം സംഭവിക്കുകയില്ല, ഖിയാമത്ത് നാളിൽ സംഭവിക്കുകയില്ല. ഹിജാസിന്റെ മണ്ണിൽ നിന്ന് ഒരു അഗ്നി പുറപ്പെട്ടു വരുന്ന കാലഘട്ടത്തോളം, എത്രത്തോളം എന്ന് വെച്ചാൽ ആ അഗ്നിയുടെ പ്രവഹേന്ദ്രം, ആ അഗ്നിയുടെ തിരാളത്താൽ ബസറയിലുള്ള ഒട്ടകക്കൂട്ടങ്ങളുടെ കഴുത്തിനെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള അഗ്നിഗോളങ്ങൾ പ്രവഹിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഞങ്ങളുടെ കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചത്. സംഭവിച്ചു, അത് അസ്തമിച്ചു, വെളിപ്പെട്ടു, അത് അസ്തമിച്ചു. ഇന്ന് നിങ്ങൾ മദീനയിൽ നിന്നോ മക്കയിൽ നിന്നോ ബദറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന കറുത്തിരണ്ട് കിടക്കുന്ന മലകൾ, കല്ലുകളും മണ്ണുകളും കറുത്ത് കറുത്ത് കരിമാളിച്ച് കിടക്കുന്നത് കാണാം. അവിടെ നിങ്ങൾക്ക് ഓർമ്മ വേണം ഈ ഒരു ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു ലാവ പൊട്ടി ഒഴുകിയ ആ ഒരു സംഭവം അവിടെയാണ് നടന്നത്. അത് വെളിപ്പെട്ടതാണ്, അത് അസ്തമിച്ച കാര്യമാണ്. അതൊക്കെ സംഭവിച്ചു പോയി. ഖിയാമത്തിന്റെ അത്ഭുതങ്ങളാണ് അതെല്ലാം വെളിപ്പെട്ട് സംഭവിച്ചു പോയിട്ടുണ്ട്. മക്കയിലും മദീനയിലൊക്കെ പോകുമ്പോഴേ അത്ഭുതങ്ങളൊക്കെ കണ്ട് അല്ലാഹുവേ റബ്ബേ പടച്ചവനെ ഇത്രയൊക്കെ ദുനിയാവിൽ ഉണ്ടായല്ലോ, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് ഓർത്ത് പടച്ചവനെ പുകഴ്ത്തുകയും അവന്റെ അത്ഭുതങ്ങൾ ഓർത്ത് തസ്ബീഹ് ചൊല്ലുകയും ചെയ്യണം. ഇന്ന് മക്കയിലും മദീനയിലും പോകുന്നത് എന്തിനാണ്? 2 മാസം അവധിയുണ്ട്, ടൂറിസ്റ്റ് വിസ. എന്തിന് കറങ്ങാൻ പോകണം? വാ നമുക്ക് നേരെ ഉംറയ്ക്ക് പോകാം. പലക പോലത്തെ മൊബൈൽ എടുത്തിട്ട് ഉമ്മായെ കെട്ടിപ്പിടിച്ചിട്ട് ഉപ്പായെ കെട്ടിപ്പിടിച്ച് കഅബയുടെ താഴെ പിടിച്ചുകൊണ്ട് സെൽഫി എടുത്തിട്ട് അയച്ചു കൊടുക്കുകയാണ്, മോനെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഉംറ? വാപ്പ ചുംബിച്ചത് മുതുവിലായി പോയി, കുറച്ചുകൂടെ മുകളിലോട്ടായ കൊള്ളായിരുന്നു എന്ന് ഇവിടുന്ന് കമന്റ് അങ്ങോട്ട്. ഉംറയ്ക്ക് പോയതാ ഇതല്ലേ പരിപാടി. കില്ല പിടിച്ച് തൂങ്ങിക്കൊണ്ട് പോനെ ഒരു ഫോട്ടോ, ഒരു ഫോട്ടോ കില്ല പിടിച്ച് വാപ്പ ഇങ്ങനെ കരയുന്ന രംഗം. കാരണം അള്ളാഹ്ക്ക് അറിയില്ലല്ലോ, ഇവൻ കില്ല പിടിക്കാൻ അള്ളാഹ്ക്ക് അറിയില്ല. ഒരു ഫോട്ടോ എടുത്ത് അള്ളാഹുവിന്റെ ഫേസ്ബുക്കിലോട് ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഒന്ന് കില്ല പിടിച്ചെടുക്കുക അല്ലേ? ഉംറയ്ക്ക് പോകാൻ ഉംറയുടെ മഹത്വമുണ്ടോ? ഉംറയുടെ മഹത്വമുണ്ടോ? ഇതിപ്പോ ഉംറയുടെ മഹത്വം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നമ്മുടെ മക്കയിലും മദീനയിലും നടത്തുന്നത്. ശരിയല്ലേ? ഫോട്ടോ ഒക്കെ എടുക്കുന്നവരോട് ഓർത്ത് ഒരു ഹദീസ് കേട്ടോ, അഹ്യൂമാ ഖുലിഖതും. ഇന്ന് ഈ ഫോട്ടോ എടുത്ത നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ പടച്ച തമ്പുരാൻ എടുത്തവനോട് ചോദിക്കും, നിങ്ങൾ എടുത്തതിന് നിങ്ങൾ ഒന്ന് ജീവൻ ഇട്ട് കൊടുക്കണേ. നമ്മുടെ ഫോട്ടോ എടുക്കണം പറഞ്ഞാൽ അതീത് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഞാൻ എടുക്കാൻ പോസ്റ്റ് ചെയ്ത് ഒന്നുമില്ലല്ലോ. അവരെടുക്കുന്ന ആരെടുത്താലും ഞാൻ പറയും, നാളെ ആഖിറത്തിൽ പറയും ജീവനിട്ട് കൊടുക്കാൻ പറയും. ഈ പിക്ക് നിങ്ങൾ ജീവൻ ഇടുക മനുഷ്യ. എല്ലാ ക്യാമറമാരും അവിടെ കിടന്ന് പരതും നരങ്ങ രസമായിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലേ? ഹദീസുകളല്ലേ, ഇത് ഖിയാമത്തിന്റെ അടയാളമാണല്ലോ. അറിയപ്പെടാത്ത അത്ഭുതങ്ങളാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്നാണ്, ഒരു കാലഘട്ടത്തിൽ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ജനങ്ങൾ കടന്നു വരുന്നത് ലിന്നുസുഹാ, ഒരു രസം, ഒരു ആഘോഷത്തിന്, ഒരു വിനോദം പങ്കിടാനാണ്. അങ്ങനെ ഒരു കാലഘട്ടം എന്റെ സമുദായ പരിശുദ്ധമായ മക്കയിൽ വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. കച്ചവടത്തിന് വേണ്ടി മക്കയിലേക്ക് വരും, കാണാൻ വേണ്ടി മക്കയിലേക്ക് വരും, യാചനയ്ക്ക് വേണ്ടി മക്കയിലേക്ക് വരും, കറങ്ങാൻ വേണ്ടി മക്കയിലേക്ക് വരും. അതിൽ തുച്ഛമായ സാധുക്കളായവർ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവരുടെ പാപങ്ങൾ അവിടെ ആ പാപത്തിന്റെ കറകൾ ഇറക്കി വെക്കാൻ വേണ്ടി നാളെ പരിശുദ്ധമായ മക്കയിലേക്ക് കടന്നു വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഇന്ന് 90% ജനങ്ങളും ഉംറയ്ക്ക് പോകുന്നത് രസിക്കാനല്ലേ, കറങ്ങാനല്ലേ? ആ ഉംറയുടെ മാധുര്യം നമ്മുടെ മനസ്സിലുണ്ടോ? നല്ലപോലെ വിലയിരുത്തണം. നല്ലപോലെ എന്റെ അടക്കം പറയാം, ഞാൻ സ്ഥിരമായിട്ട് ഉംറ ചെയ്യുന്ന ആളാ. പണി ഞാൻ നിർത്തി വെച്ചതാ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉംറയ്ക്ക് പോകുമ്പോ, എല്ലാ മാസവും ഉംറയ്ക്ക് പോകുമ്പോ അതിന്റെ മഹത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു.
മക്കയിലും മദീനയിലും ജോലി ചെയ്യല്ലേ? കാരണം എന്താണ്? മക്കയുടെ ഹുർമത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാണ്, മദീനയുടെ ഹുർമത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാണ്. പരിശുദ്ധമായ മക്കയിൽ വെച്ച് ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 1,00,000 നന്മ നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ മുഹഖഖീങ്ങളായ മഹാന്മാര് പറയുന്നുണ്ട്. ഈ ഹദീസിനെ ഗവേഷണം ചെയ്തിട്ട് ആ പരിശുദ്ധമായ മക്കയിൽ വെച്ച് ഒരാൾ വികാരത്തോട് ഒരു സുന്ദരിയായ മിസ്രിലെ പെണ്ണിനെ നോക്കി ഇഷ്ടപ്പെട്ടു പോയാൽ 1,00,000-ഓളം തിന്മ സഹോദര എന്റെ അക്കൗണ്ടിൽ വരുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ, നല്ല പെണ്ണുങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും വരും കാണാൻ. എന്ത് രസമാണ്, ചന്ത അളിയാവും നോക്കളിയാ ചുമ്മാ നോക്കല്ലേ മക്ക നോക്കിയിട്ട് കൂട്ടത്തിൽ കറക്കം എല്ലാം ഇതൊക്കെയല്ലേ ഭയങ്കരമായ ഈമാന്റെ പൗർവമാണ്. ഒരു തിന്മ ചെയ്താൽ 1,00,000 തിന്മയുടെ ശിക്ഷയാണ്. 1,00,000 തിന്മ. അവിടെ കോഴിക്കോണം പരിപാടി കഴിയണം, വണ്ടി വിട്ടോണം. അവിടെ ആവശ്യമായി ബന്ധപ്പെട്ട് അള്ളാഹ് നമ്മളെ പരീക്ഷിക്കാൻ മക്ക തെരഞ്ഞെടുക്കും, മദീന തെരഞ്ഞെടുക്കും നമ്മളെ പരീക്ഷിക്കാൻ. ദുനിയാവിലൂടെ ചോക്കുന്ന പോലെ അവിടെ കാണുമ്പോൾ ചോദിക്കാൻ ഇഷ്ടപ്പെട്ട് കണ്ടുപോയ അള്ളാഹ് കല്യാണ ആലോചന വരെ ഈ മക്ക മദീന യാത്ര നടത്താൻ പാടില്ല എന്നാണ് മുഹഖഖീങ്ങളായ പണ്ഡിതന്മാര് പറയുന്നത്. ഒരു സൂക്ഷ്മതയുടെ ഭാഗമാണ്. സ്ഥിരമായി ഉംറയ്ക്ക് പോകുന്ന എത്രയോ പേര് ഫർദ് നമസ്കാരത്തിൽ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കാളികളാകാതെ റൂമിൽ തന്നെ കിടന്നുറങ്ങാറുണ്ട്. ആരെങ്കിലും മക്കയിൽ പോയിട്ട് ആ ഒരു ഭാഗ്യം കളയോ? ഒരു വഖത്ത് ജമാഅത്ത് നമസ്കരിച്ചാൽ 27 ലക്ഷം പ്രതിഫലം, 27 ലക്ഷം പ്രതിഫലം. അത് കളഞ്ഞിട്ട് റൂമിൽ കിടന്ന് ഉറങ്ങുന്നു. എന്റെ ഹുർമത്ത് നഷ്ടപ്പെടുത്തല്ലേ? റൂമിൽ പോയിട്ട് പെണ്ണുങ്ങളുമായി സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? നമ്മുടെ മക്ക നമുക്ക് സാക്ഷി പറയൂലേ? എതിരെ സാക്ഷി പറയൂലേ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറാ. ഭൂമി നമുക്കെതിരെ സാക്ഷി പറയുകയാണ്. ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഭൂമിയോട് പടച്ച തമ്പുരാൻ പറയുകയാണ്, കൽപ്പിക്കുകയാണ്, ഏ ഭൂമിയെ നീ മനുഷ്യന്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചതല്ലയോ? മക്കയിലാകട്ടെ, മദീനയിലാകട്ടെ, CRP ക്യാമ്പിലാകട്ടെ, തിരുവനന്തപുരത്താകട്ടെ, കൊല്ലത്താകട്ടെ, ലോകത്തിന്റെ ഏത് ദിക്കിലാകട്ടെ, ഈ മനുഷ്യ മക്കളെ താങ്ങി നിർത്തിയത് നീയാണ്. അതുകൊണ്ട് അവരുടെ രഹസ്യങ്ങൾ നീ ഒന്ന് പരസ്യപ്പെടുത്തണേ. അതിനുള്ള സമയം ഇതായെത്തി ഇരിക്കുകയാണ്. ഭൂമി അതിന്റെ രഹസ്യം ഇതാ പുറത്തു പറയാൻ പോവുകയാണ്. അല്ലാഹു അക്ബർ. എന്റെ നിങ്ങളുടെയൊക്കെ ഐബ് വെളിപ്പെടുത്തുന്നത് ഈ ഭൂമിയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നാണം കെട്ടത് തന്നെ ജനങ്ങളുടെ മുന്നിൽ. اللهم لا تفضحنا بين رؤوس الخلائق ولا في الدنيا ولا في الآخرة. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ നിന്ദ്യരാക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തെങ്കിൽ എന്നോട് നിങ്ങളോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരുത്തനെ നാണം കെടുത്താൻ അല്ലാഹ് തീരുമാനിച്ചാൽ അവൻ നാണം കെടു തന്നെ. നാണം കെട്ട് തന്നെ ഈ ദുനിയാവിൽ നാം വിട പറയുകയുള്ളൂ. ആഖിറത്തിൽ നാണം കെടും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ, ഇഫ്ഫത്തിലാക്കട്ടെ. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ തഖൂമു സ്സാഅ ഹത്താ തഖ്റുജ നാറുൻ മിൻ അർദിൽ ഹിജാസ് തുളിഉ അഅനാഖൽ ഇബ്ലി ബിബുസ്റാ. ബസ്രയിലെ ഒട്ടകക്കൂട്ടങ്ങളുടെ കഴുത്തുകൾ കാണത്തക്ക നിലയിലുള്ള ഒരു അഗ്നി ഉണ്ടാകും. അതുണ്ടാകാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അത് സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ മക്കയിലും മദീനയിലും പോയി നിങ്ങൾ കാണണം. ഫോണൊക്കെ പൂട്ടി വെച്ചിട്ട് കൂടുതൽ സമയം തഖ്വയിൽ കഴിഞ്ഞുകൂടണം. തവാഫ് ചെയ്യണം, ഉംറ ചെയ്യണം. അവിടെ പോയി ഹജ്ജറുൽ അസ്വദിൽ മുത്തണം, പൊട്ടിക്കരയണം, തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. തൗബ ചെയ്യണം. ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവർ ഒരു കാര്യം കൂടെ ഇടയ്ക്കൊന്ന് മനസ്സിലാക്കിക്കോ. ഇഷ്ടംപോലെ പോകാറുണ്ടല്ലോ, ഇഷ്ടംപോലെ അങ്ങനെ പോകാറുണ്ടല്ലോ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നിങ്ങൾ പോകുന്നത്. ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും ചെറിയ പാപങ്ങളാണ് അല്ലാഹു പൊറുക്കുക. വൻ പാപങ്ങൾ പൊറുക്കപ്പെടണോ, നിങ്ങൾ തൗബ ചെയ്യണേ.
മാതാപിതാക്കളെ വേദനിപ്പിക്കൽ വൻപാപമാണ്. വൻപാപത്തിന് പരിഹാരം തൗബയാണ്, ഉംറയല്ല. ഉംറ ചെയ്യുന്നവൻ ധരിക്കുന്നു എനിക്കൊരു പ്രശ്നവുമില്ല, എന്റെ പാപങ്ങളെല്ലാം മാപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. പലിശ തിന്നൽ വൻപാപമാണ്, വ്യഭിചരിക്കൽ വൻപാപമാണ്, ശിർക്ക് വെക്കൽ വൻപാപമാണ്, ഗൂഢോത്രം ചെയ്യൽ വൻപാപമാണ്. അല്ലാഹു നമ്മളെ ഇതുപോലുള്ള ദുർകൃത്യങ്ങളിൽ നിന്ന്, ദുഷിച്ച പ്രവർത്തികളിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ മക്കയിൽ പോയി തവാഫ് ചെയ്തിട്ട് ആ കഅബയെ സാക്ഷ്യപ്പെടുത്തി നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യണേ, പശ്ചാത്തപിക്കണേ. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നത് ചെയ്തു പോയി അല്ലാ, ഇന്നത് പ്രവർത്തിച്ചു അല്ലാ, അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാകട്ടെ, അറിയാതെ ചെയ്തതാകട്ടെ, ഇനി ഈ കഅബയുടെ മുന്നിൽ വെച്ച് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. ആ നാട്ടിലേക്ക് മടങ്ങാൻ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മേലിൽ ഞാൻ ഈ തെറ്റുമായി ബന്ധപ്പെടുകയില്ല അല്ലാ. എന്നോട് പരിപൂർണമായി ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നു നാഥാ. ഹജ്ജിന് പോയാലും ഉംറയ്ക്ക് തൗബ ചെയ്യണം. തൗബയാണ് വൻപാപത്തിന് പരിഹാരം. എല്ലാവരും ആളുകളൊക്കെ തെറ്റുകളൊക്കെ ചെയ്തിട്ട് വലിയ ഉംറയും ഹജ്ജൊക്കെ ചെയ്തിട്ട് വീണ്ടും അടുത്ത ചാലുവാ പുതിയ തെറ്റ്. കാരണം ഇപ്പൊ CD എല്ലാം ഫോർമാറ്റ് ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവരും മക്കയിൽ പോയിട്ട് ചിപ്പൊക്കെ ഇനി പുതിയ തെറ്റ് വീണ്ടും തുടങ്ങാം. ഞാൻ ചെയ്ത പാപത്തിന് അല്ലാഹുവോട് പരിഹാരം. ഇന്നൽ അബ്ദ ഇദാ ഇതറഫ സുമ്മ താബ താബല്ലാഹു അലൈഹി. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരെല്ലാവരും റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയില്ലേ? എങ്ങനെയാണ് റബ്ബിനോട് അങ്ങോട്ട് പറയുകയാണ്, അല്ലാഹുവേ ചെയ്തു പോയ തെറ്റുകൾ എന്നതാണ്, മാപ്പാക്കി പറയണമേ അല്ലാ. ഏറ്റു പറയണം നമ്മൾ ചെയ്ത പാപം അല്ലാഹുവോട് ഏറ്റു പറയണം. ഇന്നൽ അബ്ദ ഇദാ ഇതറഫ സുമ്മ താബ താബല്ലാഹു അലൈഹി. അങ്ങനെ ചെയ്തു അല്ലാഹ്, ഇങ്ങനെ ചെയ്തു അല്ലാഹ്, പിടിച്ചു അല്ലാഹ്, കടിച്ചു അല്ലാഹ്, ഇതൊക്കെ ചെയ്തു അല്ലാഹ്, മാപ്പാക്കണേ അല്ലാഹ്, പ്ലീസ് യാ അല്ലാഹ്. സുമ്മ താബ താബല്ലാഹു അല്ലാഹ് പുറത്തു കൊടുക്കും. വിഷമിക്കൊന്നും വേണ്ട, അല്ലാഹ് പുറത്തു കൊടുക്കും. പക്ഷെ പൊരുത്തം ചോദിക്കണം, അല്ലാഹുവോട് തന്നെ നമ്മൾ മാപ്പ് ചോദിക്കണം. സുമ്മ താബ താബല്ലാഹു അലൈഹി. എല്ലാ തെറ്റുകളും അല്ലാഹുവോട് അവിടെ പോയിട്ട് അങ്ങനെ അതാണ് വേണ്ടത്. നിങ്ങൾ അങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി രണ്ട് സെൽഫി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ ഭാവമെല്ലാം പുറത്തുപെടുന്ന ആരും കരുതണ്ട. 50 റുപ്യ 60 റുപ്യ ഉള്ള ഹജ്ജിൽ ഉംറയ്ക്ക് പോകാനെന്ന് ധരിച്ചിട്ട് റാഹത്തല്ലാണ്ട് ഇപ്പോൾ നേരെ അങ്ങോട്ട് പോവാ ഉംറയ്ക്ക്. എല്ലാം മക്ക മദീനയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, ഫോട്ടോ എല്ലാം എടുത്ത് റാഹത്തായിട്ട് അവന്റെ കൂലി കിട്ടും. പക്ഷെ അവന്റെ ഹൃദയം ശുദ്ധിയായിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് അല്ലാഹു മാത്രമേ. അല്ലാഹു നമ്മുടെ ഹജ്ജിനെ ഉംറയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ സമയം നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. അപ്പോൾ മൂന്നാമത്തെ അടയാളം തീർന്നു. നാലാമത് അടുത്ത രണ്ടാമത്തെ വിഭാഗമാണ് ഖിയാമത്തിന്റെ അടയാളങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അസ്തമിക്കാത്തത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അസ്തമിക്കാത്ത സംഭവം. അതിങ്ങനെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഖിയാമത്തിന്റെ അടയാളമാണ്, അത്ഭുതങ്ങളാണ്. നല്ലപോലെ ശ്രദ്ധിക്കണം. ഒരു വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു മഹലിനെ കേന്ദ്രീകരിച്ചോ ഒരു മദ്രസയെ കേന്ദ്രീകരിച്ചോ ഒന്നുമല്ല. കേൾക്കുമ്പോൾ ചിലപ്പോൾ അയാൾ ഞങ്ങളെ കുത്താണെന്ന് തോന്നും. ഒരിക്കലല്ല, നിമിതങ്ങൾ പറഞ്ഞ വാക്കുകളാണ് പറയാൻ പോകുന്നത്. ആളുകൾ ധരിച്ചു അങ്ങനെ വേണോ, അങ്ങനെ ധരിച്ചാൽ ഈ മാറ്റം എന്നെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകണം. രണ്ടാമത്തെ ഭാഗമാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ലാ തഖൂമുസ്സാഅ ഹത്താ യകൂന അസ്അദൻ നാസി ബിദ്ദുനിയാ ലുകഅബൻ ലുകഅ കമാ ഖാല റസൂലുള്ളാഹി. ഭൗതിക സുഖങ്ങൾ കൊണ്ട് നാട്ടിലെ തരം താഴ്ന്ന വ്യക്തി, നിലയും വിലയും ഇല്ലാത്ത ഒരു സഹോദരൻ, ഒരു അല്ലാഹുവിന്റെ ദാസൻ നാട്ടിൽ സമ്പത്ത് കൊണ്ട് അതിപ്രസരത്തിൽ ഉയരുന്നതായി കണ്ടാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് കരുതണേ സഹാബത്തെ. ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിവരമില്ലാത്ത വ്യക്തി അധികാരത്തിന്റെ കസേരയിൽ കയറി വരും, പള്ളിയുടെ കസേരയിൽ കയറി വരും, മിമ്പറിന്റെ കസേരയിൽ കയറി വരും, മദ്രസകളുടെ സോപാനത്തിലേക്ക് കയറി വരും, പൊതുവായ ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി നാട്ടിൽ നിലയുമില്ലാത്ത സാധാരണക്കാരൻ രംഗത്തേക്ക് വന്നാൽ ഓർക്കണേ, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, സയഅതി ഇന്നഹു സയഅതി അലന്നാസി സനവാതുൻ ഖത്താ
എന്റെ ഉമ്മത്തിന്റെ മേലൊരു കാലഘട്ടം ഉണ്ടാകും. ആ കാലഘട്ടം വഞ്ചനയുടെ കാലഘട്ടമാണ്, വഞ്ചനയുടെ കാലഘട്ടമാണ്. വയുസദ്ദഖു ഫീഹൽ കാദിബു വയുകല്ലബു ഫീഹൽ സാദിഖു വയുഖവ്വനു ഫീഹൽ അമീൻ വയുഅ്തമനു ഫീഹൽ ഖായിൻ വയൻദിഖു ബിഹർ വൈബിളാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിന്റെ മേൽ വഞ്ചനയുടെ കാലഘട്ടം വരാതെ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയില്ല, ഈ സൂര്യൻ അസ്തമിക്കുകയില്ല, ഈ ലോകം തകരുകയില്ല. ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാവുക തന്നെ ചെയ്യും. ആ കാലഘട്ടം വഞ്ചനയുടെ കാലഘട്ടമാണ്. അന്ന് കളവന്മാരാണ് സത്യസന്ധന്മാരായി ജനങ്ങൾ അംഗീകരിക്കുക. കളവ് പ്രചരിപ്പിക്കുന്നവനും കള്ളം അടിക്കുന്നവനും കള്ളം പറഞ്ഞു നടക്കുന്നവനുമായിരിക്കും സത്യസന്ധനായി ജനങ്ങൾ കാണുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ഖിയാമത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണേ സഹാബത്തെ. സത്യസന്ധന്മാർക്ക് വിലയില്ല, സത്യസന്ധന്മാർക്ക് അഭിമാനമില്ല. സത്യസന്ധന്മാരെ അധികാരത്തിന്റെ കസേരയിൽ നിന്ന് പിടിച്ച് വലിച്ചു വെച്ചിട്ട് അഹങ്കാരികളും തമ്മാടികളും അധികാരത്തിന്റെ കസേരയിൽ കയറിയിരിക്കുകയും ഖജനാവിന്റെ താക്കോൽ ചതിയന്മാരാണ് കൈകാര്യം ചെയ്യുക. അന്ന് വരെ വിശ്വാസമുള്ളവർ മഹാന്മാരായ പടച്ച തമ്പുരാനെ ഭയപ്പെടുന്ന സാലിഹീങ്ങൾ ഖജനാവിന്റെ താക്കോൽ അവർ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ അവർ ചതിയന്മാരായി അവരുടെ മേൽ മുദ്ര കുത്തപ്പെട്ടുകൊണ്ട് അവരെ അധികാരത്തിന്റെ കസേരയിൽ നിന്ന് വലിച്ചു താഴേക്കിട്ടിട്ട് അഹങ്കാരികളും തമ്മാടികളുമായിരിക്കും ആ അധികാരത്തിന്റെ കസേരയിലേക്ക് കയറിയിരിക്കുക. അവരായിരിക്കും ഖജനാവ് കൈകാര്യം ചെയ്യുക. അതുമുതൽ അവരാണ് കൈകാര്യം ചെയ്യുക. പൈസ പള്ളിയുടെ പണം അവരാണ് കൈകാര്യം ചെയ്യുക. സ്വന്തം കച്ചവടത്തിന് വേണ്ടി പള്ളിയുടെ പണമെടുത്ത് അവർ തിരിമറി നടത്താറുണ്ടെങ്കിൽ ഓർക്കണേ, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. കമാ ഖാല റസൂലുള്ളാഹി പള്ളിയുടെ അധികാരത്തിന്റെ കസേരയിൽ കയറാൻ എന്തിനാണ് ഈ സമുദായം ഇഷ്ടപ്പെടുന്നത്? ഒരു പുണ്യവുമില്ലല്ലോ. പിന്നെ എന്തിനാണ് മത്സരം? ഇലക്ഷനേക്കാൾ വലിയ മത്സരമാണ് പാർലമെന്റ് ഇലക്ഷനേക്കാൾ, നിയമസഭയേക്കാൾ വല്ലാത്ത മത്സരമാണ്. 200 കുടുംബങ്ങളുള്ള പള്ളിയുടെ അധികാരത്തിന് വേണ്ടി മനുഷ്യർ മത്സരിക്കുമ്പോ എത്ര പോലീസാണ് കാവല്, എത്ര പട്ടാളമാണ് കാവല്? എന്താണ് നിങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നത്? ഏത് രാജ്യമാണ് പിടിച്ചെടുക്കാൻ പോകുന്നത്? അല്ലാഹുവേ, നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്ന 200 അംഗങ്ങളുള്ള ഈ പള്ളിയുടെ കമ്മിറ്റിയുടെ മത്സരമാണ്, ഇലക്ഷനാണ്. 2 വണ്ടി ഇടിവണ്ടി പോലീസ് വന്ന് കിടക്കുകയാണ്. എന്തിനാണ് ഈ പള്ളിയുടെ അധികാരത്തിൽ കയറാൻ പിടിച്ചു തോന്നുന്നത്? ആ പണമെടുത്ത് തിരിമറി ചെയ്യാനല്ലേ? അധികാരത്തിന്റെ പേരിൽ ദുനിയാവിൽ വഞ്ചന കാണിക്കാനല്ലേ? അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പള്ളി ഭരിക്കാനാണോ? അല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ കാലഘട്ടത്തിൽ സംസാരിക്കുമത്രേ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെടുകയുണ്ടായി, യാ റസൂലല്ലാഹ്, എന്ന് പറഞ്ഞാൽ ആരാണ് നബിയേ? എന്ന് പറഞ്ഞാൽ ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യതകല്ലമു റജുലുൻ ഫി അംരിൽ ആമ്മ മല്ലം യതകല്ലം ഖബ്ലു. ഇന്നേവരെ പൊതുവായ ജനങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാത്ത വ്യക്തി, ജനങ്ങളുടെ മുൻനിരയിലേക്ക് കടന്നു വരാത്തവൻ, ഇന്നേവരെ ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാത്തവൻ അധികാരത്തിന്റെ കസേരയിലേക്ക് കടന്നു വരികയും പൊതുവായ ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അവൻ ഉത്സാഹം കാണിക്കുകയും ചെയ്താൽ അവനാണ് വിഡ്ഢി, അവനാണ് അഹ്നഖ്, അവനാണ് റുവൈബിള. അവൻ വന്ന് സംസാരിക്കാതെ ഈ ലോകത്തിന് അന്ത്യം സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലാകട്ടെ, പഞ്ചായത്തിലാകട്ടെ, വാർഡിലാകട്ടെ, അധികാരത്തിലാകട്ടെ, ഇന്ന് പുറമ്പോക്കിൽ കഴിയുന്നവനാണ് പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുക. അവനാണ് തീരുമാനിക്കുന്നത്. എംബോക്കികൾ, മരപ്പാളികൾ കയറി രംഗത്തേക്ക് വരും. അവരായിരിക്കും കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുക. അവരെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അത്ഭുതമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്. പറഞ്ഞ വാക്കാണ്.
ഏത് മേഖലകളാകട്ടെ, മദ്രസകളാകട്ടെ, പള്ളികളാകട്ടെ, പഞ്ചായത്താകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, കോർപ്പറേഷൻ ആകട്ടെ, കേരളമാകട്ടെ, ഇന്ത്യ ആകട്ടെ, എവിടെ ആയാലും വിധങ്ങൾ പറഞ്ഞ ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ അരികിലേക്ക് വന്നിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് അലാ തസ്തഅമിലുനി, എനിക്ക് ഈ അധികാരം നൽകുമോ നബിയേ, എന്നെ ഈ പള്ളിയുടെ പ്രസിഡന്റ് ആക്കുമോ നബിയേ, ഈ നാടിന്റെ ഉദ്യോഗസ്ഥം ഏറ്റെടുക്കാൻ എന്നെ അനുവദിക്കുമോ നബിയേ, ഈ നാടിന്റെ പഞ്ചായത്ത് മെമ്പറാകാൻ എന്നെ അനുവദിക്കുമോ നബിയേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അബൂദർ പറയുകയാണ്, ഫളറബ ബിയദിഹി അലാ മൻകിബി, എന്റെ തോളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകൊണ്ട് തട്ടിയിട്ട് നബി തങ്ങൾ എന്നോട് പറഞ്ഞു, യാ അബൂദർ, അബൂദർ, ഇന്നക ലഈഫുൻ വ ഇന്നഹാ അമാനാ, നീ ബലഹീനനാണ് അബൂബക്കറേ, നീ ബലഹീനനാണ് അബൂദറേ, ഈ ഒരു ഉത്തരവാദിത്തം ഭാരിച്ച ഉത്തരവാദിത്തമാണ്, ഇതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് അബൂദറേ, നീ ബലഹീനനാണ്, ബലഹീനനാണ്, ഈ പണി നീ ഏറ്റെടുക്കണ്ട. മനസ്സിലായോ? പഞ്ചായത്തിന്റെ പണി ഏറ്റെടുത്തിട്ട് ഏതെങ്കിലും പാവപ്പെട്ടവൻ വീടില്ലാതെ, കൂടില്ലാതെ, ലൈറ്റ് ഇല്ലാതെ, വെളിച്ചമില്ലാതെ കിടന്നാൽ പഞ്ചായത്ത് മെമ്പർ നാളെ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയണം, വാർഡ് മെമ്പർ പറയണം, പ്രസിഡന്റ് പറയണം, സെക്രട്ടറി പറയണം. പള്ളിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ഏതെങ്കിലും ഫാൻ കറങ്ങാതിരുന്നാൽ നാളെ റബ്ബിന്റെ മുന്നിൽ എത്ര ദിവസം അത് കറങ്ങിയില്ല, എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നാളെ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയണം. ബാത്റൂം മോശമായി കിടക്കുന്നു, മുനിസിപ്പാലിറ്റിയുടെ ബാത്റൂം പിന്നെയും കൊള്ളാം. അള്ളാഹുവിന്റെ ഇബാദത്ത് എടുക്കാൻ വരുന്ന മസ്ജിദിന്റെ ബാത്റൂമുകൾ കക്കൂസ് ഒന്ന് കയറി അപ്പളെ ബോധം കിട്ടും, അവിടെ വീഴും. ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും അനസ്തേഷ്യ ചെയ്ത് ഓപ്പറേഷൻ അനസ്തേഷ്യ ഡോക്ടർക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, നമ്മുടെ പള്ളിയുടെ ബാത്റൂമിൽ കൊണ്ടൊന്ന് മണപ്പിച്ചിട്ട് ഒന്ന് കൊണ്ടുവിട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ഒരു 4-5 മണിക്കൂറൊക്കെ ആയപ്പോൾ പിന്നെ ബോധം ഉണ്ടാവില്ല. ആ കോലത്തിൽ മഞ്ഞ കളറായിട്ട് കിടക്കാൻ ബാത്റൂമുകൾ. പള്ളിയോ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന കാർപ്പറ്റ് കൊണ്ട് അടിച്ചു പൊളിച്ച് അടിപൊളിയായി. എന്താ കാർപ്പറ്റ്, നല്ല എഴുതൊക്കെ പുകച്ച് പള്ളി അടിപൊളി തന്നെ. ജിദ്ദയിൽ നിന്ന് കാർപ്പറ്റ്, മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് നമ്മുടെ ഉസ്മാൻ കാക്ക നിയത്ത് ചെയ്തതാ. അൽഹംദുലില്ലാഹ് നല്ല സുജൂദ് ചെയ്തപ്പോൾ നല്ല മണം, ഉസ്മാൻ കാക്കയുടെ മണം അതിനകത്ത് അടിക്കുന്നുണ്ട്. സുജൂദ് ചെയ്തപ്പോഴേക്ക് നല്ല റാഹത്ത്. പള്ളിയുടെ ബാത്റൂം പരിസരങ്ങള് ഹൗലിന്റെ കരയൊക്കെ കാല് തെറ്റി വീഴുകയാണ്. എങ്ങനെ തെറ്റി വീഴുന്നത്? ആളുകളുടെ കാർക്കിച്ച തുപ്പല് കഫത്തിൽ തട്ടിയിട്ട് തെറ്റി വീണു പോവുകയാണ്. നമ്മൾ അറിയുന്നില്ല, അതൊന്നും വൃത്തിയാക്കാൻ ആരുമില്ല, കമ്മിറ്റിക്കാരില്ല. ഉസ്താദിനെ എണ്ണാൻ വരും, ഉസ്താദ് സുബൈക്ക് വന്നോ, മുഹറിന് വന്നോ, അസറിന് വന്നോ, ജമാഅത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഉസ്താദന്മാര് അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ്. ജമാഅത്തിൽ ലൈറ്റ് ഇല്ല, ചെലന്തി വരെ അടിച്ചിട്ട് ദിവസങ്ങളായി, വർഷങ്ങളായി, മാസങ്ങളായി. പരിശുദ്ധമായ റമളാൻ മാസം വരുന്നു, ആര് വൃത്തിയാക്കുന്ന പള്ളി? എന്തിനാണ് ഈ പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാഅ ഹത്താ യതബാഹൻ നാസു ബിൽ മസാജിദി, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, അന്ത്യം സംഭവിക്കുകയില്ല, മസ്ജിദിന്റെ പേരിൽ, പള്ളിയുടെ പേരിൽ ജനങ്ങൾ പ്രൗഢി നടിക്കുന്ന ഒരു കാലഘട്ടം വരാതെ. ഞാൻ പള്ളിയുടെ പ്രസിഡന്റാണ്, ഞാൻ പള്ളിയുടെ മെമ്പറാണ്, ഞാൻ പള്ളിയുടെ ഖജാൻജിയാണ്, ഞാൻ പള്ളിയുടെ സെക്രട്ടറിയാണ്, ഞങ്ങളുടെ പള്ളി 2 കോടിയുടെയാണ്, ഞങ്ങളുടെ പള്ളിക്ക് 9 മിനാരുണ്ട്, ഞങ്ങളുടെ പള്ളിയുടെ മെമ്പർ മെഹ്റാബ് നിലമ്പൂർ തേക്കിന്റേതാണ്, ഞങ്ങളുടെ പള്ളിയിൽ കിടക്കുന്ന കാർപ്പറ്റ് ഞങ്ങൾ മദീനയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇങ്ങനെ ജനങ്ങൾ പ്രൗഢി നടിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, മാ ഉമിർതു ബിതശീദിൽ മസാജിദി, പള്ളികൾ അടിച്ചുപൊളിയായി കെട്ടിപ്പൊക്കാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടേയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യമല്ലേ? വീണ്ടും ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ഹല്ലൈതും ഇദാ സഖറഫ്തും മസാജിദകും വഹല്ലൈതും മസാഹിഫകും ഫദ്ദിമാറു അലൈക്കും, മസ്ജിദുകളെല്ലാം അടിച്ചുപൊളിച്ച് കെട്ടിപ്പൊക്കുന്നത് കണ്ടാൽ, ആ പള്ളി അലങ്കാരികമായ അവസ്ഥയിൽ പള്ളി പരിപാലിക്കുന്നത് നിങ്ങൾ കണ്ടാൽ, അലങ്കാരികമായ കോലത്തിൽ മനോഹാരിതമായ ചേതോഹാരിതമായ നിലയിൽ പള്ളിയുടെ വർണ്ണങ്ങൾ കണ്ട് ജനങ്ങൾ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം കണ്ടാൽ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടാതെ പള്ളികളുടെ അലമാരകളിൽ ഷോക്കേസുകളിൽ കാഴ്ച വസ്തുവായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം സഹാബത്തെ നിങ്ങൾ കണ്ടാൽ, രക്തച്ചൊരിച്ചിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക.
പള്ളിയിലെ പള്ളിയുടെ പേരിലല്ലേ അടി. എ ഗ്രൂപ്പിന് പള്ളി, ബി ഗ്രൂപ്പിന് പള്ളി, സി ഗ്രൂപ്പിന് പള്ളി, എ ബി പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് പള്ളി, ബി നെഗറ്റീവുകാർക്ക് പള്ളി. ഇതിനോട് അടിയല്ലേ? ഇത് ഉണ്ടാവുമെന്ന് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയേ ഇല്ല. നേരത്തെ ജാമ്യം എടുത്തുന്ന ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ അന്ത്യനാളിന്റെ അടയാളങ്ങളാണ് ഹദീസ് ഓതിട്ടാ പറയുന്നത്, അല്ല വ്യക്തിപരമായിട്ടൊന്നുമല്ല. ഹദീസ് ഓതിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം. അത് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം, ആർക്ക് വേണമെങ്കിലും അംഗീകരിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മുത്തായ വാക്കാണ് ഹബീബായ തങ്ങളുടെ അത്ഭുതങ്ങളാണ്. ഖിയാമത്ത് നാൾ അടയാളം. അടിപൊളി പള്ളിയാണ്, എവിടെ നോക്കിയാലും രസമല്ലേ. പള്ളിയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച പള്ളിയാണ്. നിസ്കരിക്കാൻ ആരെയുള്ള എക്സ്പയർ ആയ കുറെ കിളവന്മാർ, ആരെയുള്ള നിസ്കരിക്കാൻ? ആര് നിസ്കരിക്കാൻ? എവിടെ വരാൻ? ആ പള്ളിയുടെ പരിസരത്ത് കൂടെ നടന്നു പോയാൽ പോലും പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കാറില്ല. അതിന്റെ വിധങ്ങൾ പറഞ്ഞ വാക്കാ. എവിടെ നോക്കിയാലും പള്ളി. ഒരു 4 കൂടുന്ന മുക്കിൽ ഒരു പള്ളി, 10-15 വീടുകൾ, അവിടെ ഒരു പള്ളി, ഇവിടെ ഒരു പള്ളി, എവിടെ നോക്കിയാലും പള്ളി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമിൻ ഖിത്റാബിസ് സാഅ അൻ തത്തഖിദൽ മസാജിദ തുറഖാ. ഖിയാമത്തിന്റെ അടയാളമാണ്, ഖിയാമത്തിന്റെ അടയാളമാണ് അൻ തത്തഖിദൽ മസാജിദ തുറഖാ. വഴിയോരങ്ങളിൽ പള്ളികൾ അധികരിക്കൽ, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. ഹത്താ തമുറ റജുലു ബിൽ മസാജിദി ലാ യുസല്ലി ഫീഹി റകഅതൈൻ. ആ പള്ളിയുടെ പരിസരത്ത് കൂടി സാധുക്കളായ ജനങ്ങൾ നടന്നു പോകും, പക്ഷേ ആ പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കാൻ അവൻ മനസ്സ് കാണിക്കാറില്ല. ആ പള്ളിയിൽ കയറി നമസ്കരിക്കാനുള്ള തള്ളേടം അവനുണ്ടാവുകയില്ല. ആ പള്ളി ഒരു വഴിയായി കാണുകയും പള്ളിയുടെ മുറ്റത്തിലൂടെ അവനവന്റെ വീട്ടിലേക്കോ കടകളിലേക്കോ യാത്ര ചെയ്തു പോകും, പക്ഷേ ആ പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കാൻ അവന്റെ മനസ്സ് അനുവദിക്കുകയില്ല. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. നബിയുനാ റസൂലുള്ളാഹി. ചില പള്ളികളുടെ പരിസരത്തൂടെയൊക്കെ വഴിയായിരിക്കും നമ്മുടെ മഖ്ബറയുടെ പരിസരത്ത്, മഖ്ബറ മയ്യത്തടക്കുന്ന സ്ഥലത്തൂടെ ശ്മശാനത്തിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ അതൊക്കെ പള്ളി നമ്മുടെ വീട്ടിലേക്ക് പോകും. പക്ഷെ അപ്പോൾ ളുഹർ നിസ്കാരം നടക്കും, അസ്ർ നിസ്കാരം നടക്കും, മഗ്രിബ് നിസ്കാരം നടക്കും. ലാ യുസല്ലി ഫീഹി റകഅതൈൻ. അവിടെ 2 റക്അത്ത് നമസ്കരിക്കൂല. അങ്ങോട്ട് തള്ളിയിട്ടാൽ ഖബർസ്ഥാനിലോട്ട് വീഴുന്നല്ലാതെ പള്ളിക്കകത്തോട്ട് കയറൂല, വീഴയില്ല. അങ്ങനെ അബദ്ധമൊന്നും പറ്റില്ല. അത്രയ്ക്ക് ഒരു പേടിയില്ല. പണ്ടൊക്കെ മഖ്ബറയുടെ പരിസരത്തോടൊക്കെ പോകാൻ ഭയങ്കര പേടിയായിരുന്നു, മയ്യത്തടക്കുന്ന സ്ഥലത്തോടൊക്കെ പോകുമ്പോൾ. ഇപ്പൊ ഉമ്മാർക്കൊന്നും പോകാനൊരു പേടിയില്ല. കാരണം എന്താ? കാട്ടറ അടിച്ചിട്ടല്ലേ പോവാ. എന്ത് ഖബർ, എന്ത് മയ്യത്ത്, എന്ത് കുഴി, എന്താ സംഭവം. അകത്ത് കിടക്കുന്ന ഇതിനേക്കാളും വലിയ പാമ്പ്. പിന്നെ അങ്ങനെയാണ് ഈ ഖബറിലെ പാമ്പ് കണ്ടിട്ട് ഇവരിപ്പോ എന്ത് പേടിയാണ്. അമ്മ പരിസരത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകും. ലാ യുസല്ലി ഫീഹി റകഅതൈൻ. ഇത് ഖിയാമത്തിന്റെ അടയാളമാണ്. പള്ളിയുടെ പരിസരത്തൂടെ ഒക്കെ നടന്നു പോയിട്ട് പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കാൻ ഒരു താല്പര്യം കാണിക്കാത്തത് ഖിയാമത്തിന്റെ അടയാളമാണ്. എന്റെ സഹോദരിമാരെ, ഒരു ഹദീസ് നിങ്ങൾ കേട്ടോ, എന്റെ സഹോദരിമാർക്ക് വേണ്ടി. അവരിപ്പോ ഇങ്ങനെ വട്ടം കൂടി ഞങ്ങൾക്ക് പള്ളി പുരസ്കരിക്കാൻ പറ്റുമല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തത്തഖിദൽ മസാജിദ ഫിദ്ദുവരി വ അൻ തുതഖറ വ തുതയ്യബ വ തുനല്ലഫ കമാ ഖാല റസൂലുള്ളാഹി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഒരു പള്ളി നിർമ്മിക്കാൻ. വീട്ടിലൊരു പള്ളി നിർമ്മിക്കണം എന്ന് പറഞ്ഞാൽ ജമാ മസ്ജിദ് ഉണ്ടാക്കാനല്ല, നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി എത്തണം. എന്നിട്ട് അത് വൃത്തിയാക്കി വെടിപ്പാക്കി സൂക്ഷിക്കണം. അതും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾ കൃത്യസമയം അവിടെ നിസ്കരിക്കണം. അതാണ് അതിന്റെ അർത്ഥം. അതിനുവേണ്ടിയാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അങ്ങനെ അത് വൃത്തിയായി സൂക്ഷിച്ചു വെക്കണം. കൃത്യസമയത്ത് അവർ നിസ്കരിക്കണം. നമസ്കരിക്കാതെ പിന്നീടാക്കി വെക്കാനൊന്നും അവരെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. പിന്നത്തെ സമയത്താക്കാം. അവർക്ക് ജമാഅത്തില്ലല്ലോ എന്ന് ധരിച്ചിട്ട് എപ്പോഴെങ്കിലും നമസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. അവ്വൽ വഖത്തിൽ തന്നെ നമസ്കരിക്കണം. അതാണ് അവരുടെ അതിന്റെ കാരണം. അവ്വൽ വഖത്തിൽ നമസ്കരിക്കാതെ നമസ്കാരത്തെ പിന്തിക്കൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. കാരണം എന്താ? അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഈമാൻ ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ എന്റെ സഹോദരിമാരെ. പണ്ടൊക്കെ നിസ്കാരം മുറി എന്ന് പറഞ്ഞ വീടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നിസ്കാരം മുറിയാന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കാൻ ആളില്ലാതെ വന്നപ്പോഴത്തേക്ക് പഴയ സഞ്ചി, പഴയ ചാക്ക്, ബർമൂട, കീറിയ തുണികള്, പഴയ എന്താ തൂമ്പ, കൊട്ടടി, ഇതൊക്കെ കൊണ്ടാത്തിട്ടിട്ട് പഴയ TV, അതിന്റെ IC, ഇതൊക്കെ പഴയ ചെരുപ്പുകൾ എല്ലാം ഇട്ടിട്ട് ഒരു കർട്ടൻ ഇട്ട് അവിടെ മൂടിയിട്ടിരിക്കുക. ഒരു മുറി എക്സ്ട്രാ കാണും ഒരു നിസ്കാര റൂം. അതെന്താ? പണ്ട് നിസ്കാര റൂമായിരുന്നു ഉസ്താദ്. ഇപ്പൊ അത് ഞങ്ങൾ അങ്ങനെ ഒഴിവാക്കി. ഇപ്പൊ എവിടെ നിസ്കരിക്കുന്നത്? ഞങ്ങളിപ്പോ കക്കൂസിന്റെ വാതിലാണ് നിസ്കരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും ഓരോ കക്കൂസുണ്ട്. അപ്പൊ ആ കക്കൂസിന്റെ വാതിലോട്ട് മുസല്ല ഇടും, അവിടെ തന്നെ അങ്ങോട്ട് നിസ്കരിക്കും. കിബില ഏതാ? കക്കൂസ്. നേരെ അങ്ങോട്ട് നിസ്കരിക്കുന്ന അങ്ങനെ വീടുകളിൽ കൂടുതൽ
അതിനുവേണ്ടി പ്രത്യേകമായി നിങ്ങൾ മുറിയുണ്ടാക്കി അത് വൃത്തിയാക്കി വെടിപ്പാക്കി സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പൊ അവരവിടെ സൂക്ഷിക്കണം, പള്ളി ഇവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പള്ളിയല്ല, അള്ളാന്റെ വീടല്ലേ, ഹബീബായ തങ്ങളുടെ വീടല്ലേ. ഇതൊക്കെ അടിച്ചു പൊളിച്ചങ്ങോട്ട് വൃത്തിയാക്കി സൂക്ഷിക്കും, പക്ഷെ നിസ്കരിക്കാൻ ആളില്ല. അടിച്ചു പൊളിച്ച പള്ളികളെ കെട്ടും, ഇടമത്സരം നടത്തും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യഅതി ഫി ആഖിരി സമാൻ നാസും മിൻ ഉമ്മത്തി യഖഉദൂനൽ മസാജിദ. യഅതി ഫി ആഖിരി സമാൻ നാസും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട കുറെ ആളുകൾ പള്ളികളിലേക്ക് ഖിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് കടന്നു വരും. ഖിയാമത്തിന്റെ അടയാളമാണ്, അന്ത്യനാൾ അത്ഭുതങ്ങളാണ്. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വരും. യഅതൂനൽ മസാജിദ, അവർ പള്ളികളിലേക്ക് വരുന്നത് എന്തിനാണ്? നമസ്കാരം കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞാൽ തൊട്ടടുത്ത കടകളിലോ ചായക്കടയിലോ ബെഞ്ചിലോ പള്ളിയുടെ പിന്നാമ്പുറത്തോ പള്ളിയുടെ സിറ്റ് ഔട്ടിലോ പള്ളിയുടെ കോലായിലോ വരാന്തയിലോ വട്ടം കൂടി ഇരിക്കുകയോ അവരുടെ ചർച്ച എന്താണ്? ദുനിയാവാണ്. അവരുടെ ചർച്ച എന്താണ്? അധികാരമാണ്. ഇപ്പോൾ നിലവിലുള്ള കള്ളത്തിൽ എങ്ങനെ പുകയ്ക്കണം, പുകച്ചു ചാടിക്കണം, അതിനുള്ള പാര വെക്കണം, അതെങ്ങനെ സാധിക്കും? അടുത്ത അധികാരത്തിന്റെ കസേരയിൽ നമുക്ക് കയറിയിരിക്കണം, അതിനുള്ള ചർച്ചയാണ്. നമസ്കാരം കഴിഞ്ഞാൽ കുറെ ആളുകൾ മസ്ജിദിന്റെ ഓരത്ത് വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യുക എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. ലാ തുജാലിസൂഹും, ഏ സുഹൃത്തുക്കളെ, നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുത്. ഫലൈസ ലില്ലാഹി ബിഹിം ഹാജാ, ഫലൈസ ലില്ലാഹി ബിഹിം ഹാജാ. അവരോടൊപ്പം പള്ളികളിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പുണ്യവുമില്ല. അവരോടൊപ്പം നിങ്ങൾ പള്ളികളിൽ ഇരിക്കരുത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പള്ളികളിൽ ഇരിക്കേണ്ടത് ആരെന്ന് കൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്നലിൽ മസാജിദി ഔതാദാ അൽ മലായികത്തു ജുലസാഉഹും ഇൻ ഗാബു യഫ്തഖിദൂനഹു വഇൻ മരിളു ആദൂഹും വഇൻ കാനൂ ഫീ ഹാജത്തിൻ ആനൂഹു കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആരാണ് പള്ളികളിൽ ഇരിക്കേണ്ടത്, ആരാണ് പള്ളികളിൽ വിശ്രമിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നലിൽ മലായികത്തി അന്നലിൽ മസാജിദി ഔതാദാ. മസ്ജിദുകളിൽ ചില തൂണുകളുണ്ട്, ചില തൂണുകളുണ്ട്. ആ തൂണെന്ന് പറഞ്ഞാൽ എന്താണ്? മസ്ജിദിൽ ഇരിക്കുന്ന കുറെ നമസ്കാരക്കാരാണ്. ഏത് സമയത്ത് നോക്കിയാലും പള്ളിയിലാണ്, എപ്പോഴും പള്ളികളിൽ തന്നെയാണ് ശരണം. അല്ലാഹുവേ, നിന്റെ വീട്ടിൽ തന്നെയാണ് അവരുടെ വിശ്രമം. വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ചാലും പള്ളികളിൽ ഇരിക്കുമത്രേ. ജനങ്ങൾ അവരെ നോക്കിയിട്ട് പറയും, നീ എന്താ പള്ളിയുടെ ഒരു തൂണാണോ? ഇന്നലിൽ മസാജിദി ഔതാദാ. ആ മസ്ജിദിനോടുള്ള താല്പര്യമാണ്, ആ പള്ളിയോടുള്ള താല്പര്യമാണ്, ഇബാദത്തിനോടുള്ള ആവേശമാണ്. അങ്ങനെ ആ മസ്ജിദിൽ ഇരിക്കുന്ന സദാസമയം പള്ളികളുമായി ബന്ധപ്പെടുന്ന ആ സാലിഹായ മനുഷ്യന്മാരുടെ കൂട്ടുകാരാരാണെന്ന് പറയട്ടെ. ജുലസാഉഹും അൽ മലായിക, മാലാഖമാരാണ് അവരോടൊപ്പം ഇരിക്കുക, മാലാഖമാരാണ് അവരോടൊപ്പം സഹകരിക്കുക. അവരുടെ ഉദ്ദേശം എന്താണ്? ആ മാലാഖമാരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ജോലി എന്താ? ആ നമസ്കാരക്കാരെ കാണാതിരുന്നാൽ ഈ മാലാഖമാർ അവരെ കുറിച്ച് അന്വേഷിക്കുമത്രേ. അവർ രോഗികളായാൽ രോഗ സന്ദർശനം നടത്തുമത്രേ. അവർക്ക് വല്ല ആവശ്യങ്ങൾ നേരിട്ടാൽ അവരെ സഹായിക്കുമത്രേ. അങ്ങനെയുള്ളവരാണ് പള്ളികളിൽ ഇരിക്കേണ്ടത്. മനസ്സിലായോ? അല്ല, വിദ്നായ മസാല പറഞ്ഞ കട്ടം പേടി അടിച്ചിട്ട് ആരാന്റെ പച്ച ഇറച്ചി തിന്നിട്ട് പള്ളി ഇരിക്കുന്നവനല്ല, അവനെ ഇറക്കി വിടണം. അപ്പളെ പിടിച്ച് ഹൗലി മുക്കി വെക്കണം. യാ അല്ലാഹ്, പള്ളിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞത്? മറ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗമിൻ, നബി തങ്ങൾ ഒരു വിഭാഗത്തിന്റെ അരികിലൂടെ നടന്നു പോയപ്പോ ഖാല ലഹും, അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയുകയാണ്, ഏയ് തഖല്ലലു, നിങ്ങളെ പല്ലൊന്ന് കുത്തിക്കോ, നിങ്ങളുടെ പല്ലുകളൊക്കെ കുത്ത്. ഫഖാലു, അവർ പറഞ്ഞു, മാ തഅന്നൽ യൗമ തആമാ, ഇന്നേ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ നബിയേ, പിന്നെ എന്തിനാണ് ഞങ്ങൾ പല്ല് കുത്തുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നി നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഇന്ന വ്യക്തിയുടെ മാംസം ഞാൻ കാണുന്നുണ്ട്. അല്ലാതെ ഫഹം അടിച്ചിട്ട് വന്നിട്ട് പല്ല് കുത്താനല്ല നബി തങ്ങൾ പറഞ്ഞത്. അൽഫഹമു തന്തൂരി ചിക്കൻ അടിച്ചിട്ട് കോഴിയുടെ അല്പതണ്ട പല്ലിന്റെ ഇടയിൽ ഇരിക്കുന്നു തള്ളി വിട്ട അതല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ആ പള്ളിയുടെ ഓരത്തിരുന്നിട്ട് ആരാന്റെ പച്ചയിറച്ചി തിന്നുന്നില്ലേ?
ലഅറാ ലഹ്മ ഫുലാനിൻ ബൈന സനായാകും, നിങ്ങളുടെ പല്ലുകളുടെ ഇടയിൽ ഞാൻ ഇന്ന ഫുലാന്റെ ഇറച്ചി മാംസം ഞാൻ കാണുന്നു, അതാണ് ഞാൻ കുത്തിക്കളയാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ പറഞ്ഞൊരു ടൂത്ത് പിക്കുമായിട്ട് ടൂത്ത് പിക്ക് പോക്കറ്റിൽ വെച്ചോ. കാരണം ഹോട്ടലിലൊക്കെ പോകുമ്പോ 50 പൈസയുടെ പൊറോട്ട ഇന്നുമ്പം 10 ടൂത്ത് പിക്ക് ഫ്രീ ആണ്. കാരണം എന്താ, ഒരു പല്ല് കുത്താനുള്ളത് കുറച്ചെടുത്ത് പോക്കറ്റ് ഇടും, കുറച്ച് വണ്ടിയുടെ ഡാഷിൽ എടുത്തിടും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഓന്റെ പൊരുത്തയില്ലെങ്കിൽ നാളെ ഈ ടൂത്ത് പിക്കുമായിട്ട് മത്സരം ഓർത്തോളൂ. അങ്ങനെയുണ്ട്. ഈ ടൂത്ത് പിക്കുമായിട്ട് നാളെ മത്സരം വരട്ടെ. അതിന്റെ ഹദീസ് ഞാൻ ഓതുന്നില്ല, അവിടെ വിഷയം അതല്ല. ജീരകമൊക്കെ എടുത്ത് വെച്ചാൽ മൊത്തത്തിൽ ഇങ്ങനെ എടുത്തങ്ങോട്ട് കമ്പത്തി അങ്ങ് തിന്നാ. അതുകൊണ്ട് ഇപ്പൊ ഈ ജീരകം ഒന്നും പരസ്യമായിട്ട് വെക്കാറില്ല, അത് താഴെ വെക്കുക, ആവശ്യമുള്ളവർക്ക് എടുത്ത് കൊടുക്കാം. ഹോട്ടലിലൊക്കെ എല്ലാം അത് ഖിയാമത്തിന്റെ അടയാളമാണ്. ലുബ്ദ് അധികരിക്കുന്നത് ഖിയാമത്തിന്റെ അടയാളമാണ്. ആകപ്പാട് 7 രൂപ 50 പൈസയേ ഉള്ളൂ ഒരു കെട്ട് ടിഷ്യൂ പേപ്പർ. ഈ ടിഷ്യൂ പേപ്പർ നമുക്ക് തരുന്നത് ഓരോന്ന് എടുത്തു തരാം. അതാണ് ഇവിടെ സക്കാത്ത് കൊടുക്കുന്നത് പോലെയാണ്. കൈ തുടക്കാൻ ബില്ല് എത്ര, 360 രൂപയുടെ ബില്ലുകാരന് കൊടുക്കുന്നത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ പിടിച്ചാൽ തന്നെ ഈ നനവ് മാറൂല. അങ്ങനത്തെ സാധനം ചെറിയ അങ്ങനെ അത് പിശുക്കാണ്. ഇത് അധികരിക്കുന്ന ഖിയാമത്തിന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ പൈസ കൊടുക്കൂല. പിശുക്കന്മാര് പിശുക്ക് വെച്ച് ഒരു സാധനം ഒന്നും ഒരു മനുഷ്യന് തിന്നാനും കൊടുക്കൂല, അവനോട് തിന്നയില്ല. അത് ഖിയാമത്തിന്റെ അടയാളമാണ്. എല്ലാ അത്ഭുതങ്ങൾ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നമ്മളിപ്പോ ഈ പറഞ്ഞ ഇത്രയും സംഭവങ്ങൾ ഇതൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തിനാണ്? ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ, ഇതൊക്കെ നമ്മൾ പ്രവർത്തിക്കണം. നമ്മളെ മഹല്ലുമായി ബന്ധപ്പെടുമ്പോ, പള്ളിയുമായി ബന്ധപ്പെടുമ്പോ, ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോ, പൊതുജനങ്ങളുമായി ബന്ധപ്പെടുമ്പോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലാതെ ആരാന്റെ പനായും വിത്തിനായും ഫസാദും പറഞ്ഞ് നമ്മുടെ സമയങ്ങൾ നമ്മൾ പാഴാക്കിയാൽ നമ്മുടെ ഇബാദത്തുകൾ അമലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. പള്ളികളുടെ സമയത്തേട്ട് ഖിയാമത്തിന്റെ അടയാളമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹജ്ജത്തുൽ വദാ അഖദ ബിഹൽഖതി ബാബിൽ കഅബ ثم അഖബല ബിവജ്ഹിഹി അലന്നാസ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ കഅബയുടെ ഖില്ല പിടിച്ചുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രഭാഷണം നടത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന മിൻ അശ്റാത്തിസ്സാ, ഖിയാമത്തിന്റെ അടയാളമാണ് ഇമാദത്തുസ്സലാ, നമസ്കാരം പാഴാക്കൽ ഖിയാമത്തിന്റെ അടയാളമാണ്. ചെറുപ്പക്കാരെ, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ, നിന്റെ 10 വാര അകലെ പള്ളികളുള്ളപ്പോ ആ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ നീ തയ്യാറാകാത്തതെന്ത്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നില്ലേ, من سمع النداء ثم لم يجب ويأتي المسجد فيصلي فلا صلاة له وقد عصى الله ورسوله كما قال رسول الله. ആരെങ്കിലും ബാങ്ക് വിളി കേട്ടിട്ട് അതിന് ഉടനെ മറുപടി നൽകാതെ അവന്റെ ഇഷ്ടമനുസരിച്ച സമയത്ത് അവൻ പള്ളിയിലേക്ക് വന്ന് നമസ്കരിച്ചാൽ ഫലാ സലാത്ത ലഹു, അവന് നമസ്കാരമേ ഇല്ല. വഖദ് അസല്ലാഹ വറസൂല, അവൻ അല്ലാഹുവിനും റസൂലിനും എതിര് പ്രവർത്തിച്ചവനായെന്ന് കമാ ഖാല റസൂലുള്ളാഹി. വാപ്പ വിളിച്ചാലും വിളിക്കുടനെ ഉത്തരം നൽകണം. വാപ്പ രാവിലെ 7 മണിക്ക് വിളിച്ചു, എടാ മോനെ സുഹൈറേ, വൈകിട്ട് 6 മണിക്ക് എന്തേ വാപ്പ വിളിച്ചത്? അതാണ് എന്റെ അർത്ഥം. സുബൈക്ക് ബാങ്ക് വിളിച്ചാൽ ളുഹറിനല്ല പോകേണ്ടത്, ളുഹറിന് ബാങ്ക് വിളിച്ചാൽ അസറിനല്ല പോകേണ്ടത്, അസറിന് ബാങ്ക് വിളിച്ചാൽ മഗ്രിബിനല്ല പോകേണ്ടത്. ബാങ്ക് വിളിച്ചാൽ ഉടനെ നമസ്കരിക്കണം. ചില പള്ളികളിൽ മഹല്ലുകളിൽ കമ്മിറ്റി നടക്കും. മഗ്രിബിന്റെ സമയത്ത് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ കമ്മിറ്റി തുടങ്ങും. ഇശാ ജമാഅത്ത് നടക്കുന്ന സമയത്ത് കമ്മിറ്റി ഓഫീസ് അടയ്ക്കാറില്ല. ചർച്ച. അപ്പൊ ആരെങ്കിലും ഒരാൾ പറയും നിസ്കരിക്കാൻ സമയമായി, ജമാഅത്തിന്റെ സമയമായി, അതവരും ഉസ്താദും മുത്താലിമികളെ കൊണ്ട് അവരെ നിസ്കരിച്ചോളൂ, നീ അവിടെ ഒരു 3 തലാഖിന്റെ കേസും കൂടെ ഉണ്ട്, അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് നിസ്കരിക്കാം. അവിടെ ഈ 3 തലാഖ് കഴിയുമ്പോഴത്തേക്ക് 12:45 പിന്നെ ഇയാൾ നിസ്കരിക്കാൻ പോയില്ലേ പള്ളിയിൽ. ഇവരെ കുറിച്ചായിരിക്കാം ഒരുപക്ഷെ നബി തങ്ങൾ പറഞ്ഞത്, മൻ സമിഅ നിദാ, ബാങ്ക് വിളി കേട്ടിട്ട് സുമ്മ ലം യജിബ്, അവിടെ ഇഖാമത്ത് കൊടുത്തിട്ട് അതിന് മറുപടി നൽകാതെ വയഅത്തിൽ മസ്ജിദ്, പിന്നീട് പാതിരാ സമയത്ത് നമസ്കരിക്കാൻ വന്നാൽ ഫലാ സലാത്ത ലഹു, അവന് നമസ്കാരമേ ഇല്ല. വഖദ് അസല്ലാഹ വറസൂല, അല്ലാഹുവിനും റസൂലിനും അവരെതിരെ പ്രവർത്തിച്ചവരായി. എന്തിനാ ഈ ഭാരങ്ങൾ ഏറ്റെടുക്കണോ?
ഈ ഭാരങ്ങൾ, ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് ജമാഅത്തിലൊക്കെ ഉത്തരവാദിത്തം വഹിക്കുന്നവർ കൃത്യമായി 5 നേരം നമസ്കരിക്കണം. പള്ളിയുടെ വല്ല ന്യൂനതകളോ വല്ല ഉണ്ടോ എന്നൊക്കെ നോക്കണം, ഒന്ന് പരിശോധിച്ചു കൊള്ളണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പള്ളിയുടെ ബാത്റൂമിലൊക്കെ ഒന്ന് പോകണം, കയറിയിരിക്കണം, എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കണം. വല്ല കുഴപ്പമുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ആക്കിക്കോ, ഇല്ലെങ്കിൽ പള്ളിയിൽ രാജിവെച്ചോ. ആഖിറത്തിൽ പോയിട്ട് വെയിൽ കൊള്ളാൻ നിൽക്കണ്ട. അവിടെ ഒരു മനുഷ്യൻ പോലും ഒരു വെള്ളം തരാൻ കാണില്ല. പിന്നെ അവിടെ ഒരു മനുഷ്യനെ വിളിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴേ തീരുമാനം എടുത്തു. റബ്ബിന്റെ മുന്നിൽ, റബ്ബിന്റെ കോടതിയാണ്, നമ്മൾ അതിന്റെ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് അത് സൂക്ഷിച്ചു. ആലിമീങ്ങളൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഏതെങ്കിലും മുസ്ലിയാർ പറഞ്ഞാൽ ആ മുസ്ലിയാർ അപ്പോഴേ ഗെറ്റ് ഔട്ട് അടിക്കുക, യാ അല്ലാഹ് പൊയ്ക്കോ, ഇയാൾ പൊയ്ക്കോ, അടുത്ത ആളെ കൊണ്ടുപോകും. ശരിയാ? അത് ഖിയാമത്തിന്റെ അടയാളമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് ഈ പള്ളി ലീവ് എടുത്ത് നമ്മൾ വാള് പറയാൻ നമ്മൾ എന്തായാലും പിടിച്ചു വിടൂലല്ലോ. അടുത്ത പ്രാവശ്യം CRP വാങ്ങിന് വിളിക്കൂല, അത്രേ ഉള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട്. റബ്ബിന്റെ തൗഫീഖ് ചെയ്ത് ഒരു 60 വയസ്സ് വരെ വാള് പറയാനുള്ള ബുക്കിംഗ് ഇഷ്ടം പോലെ കാണും. എവിടെങ്കിലൊക്കെ കേരളത്തിൽ അങ്ങോട്ട് എവിടെ പോയാലും വിളിക്കാത്ത പുതിയ സ്ഥലങ്ങൾ കാണുമല്ലോ. അതുകൊണ്ട് ദീൻ പറയുന്നതിന് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അൽഹംദുലില്ലാഹ്. എന്റെ മഹല്ലിൽ, എന്റെ പള്ളിയിൽ, എന്റെ മെമ്പറിൽ ഞാൻ പ്രസംഗിച്ചാണ്. എനിക്ക് അതിനകത്തൊന്നും പേടിയില്ല. റബ്ബിനെ മാത്രമേ ഭയക്കുള്ളൂ. നമ്മളെന്തിനും ആരെയും പേടിക്കണം? കമ്മിറ്റിക്കാർക്ക് അറിയില്ല ഇതിന്റെ മഹത്വം എന്താണ്. എന്നാ പള്ളി ഉത്തരവാദിത്തോടെ വഹിച്ചാലോ, നല്ല നിലയിൽ ഭരിച്ചാലോ, അതിന്റെ ഉത്തരവാദിത്തോടുകൂടി അത് നിറവേറ്റിയാലോ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കളോടൊപ്പം സ്വർഗ്ഗത്തിലാണ്. എത്ര വലിയ ഭാഗ്യ. പള്ളിയിൽ കിടക്കുന്ന ഒരു ചെറിയ ഒരു മാലിന്യം എടുത്തു നീക്കിയാൽ ൂറുൽക്കുള്ള മഹറാണെന്ന് നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. പള്ളിയിൽ കിടക്കുന്ന ഒരു കുറ്റി, ഒരു എന്തെങ്കിലും ഒരു അവിടെ കിടക്കുന്ന ഒരു ചപ്പോ കുപ്പയോ എന്തെങ്കിലും ഒരു വൃത്തിഹീനമായിട്ട് പള്ളിയിൽ കിടന്നാൽ നമ്മള് ഇതുകൊണ്ടല്ല വീടിക്കുറ്റി കിടക്കുന്ന ഇയാൾ വീടിക്കുറ്റി നോക്കിയിട്ട് വാങ്കുളിക്കുക. മോദിനെ വിളിച്ചത് തെപ്പിക്കുന്ന ഈ വിളിക്കുന്ന ആക്കി തന്നെ എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഊരിലിങ്ങളെ മൊത്തം കെട്ടുന്നത് മോദിമാരായിരിക്കും. നമ്മളൊക്കെ ചുമ്മാ അവിടെ വെള്ളം വീഴുന്നല്ലാതെ നമുക്കൊന്നും കിട്ടൂല. കാരണം പള്ളി മൊത്തം അതിന്റെ തുടയ്ക്കുന്നതും തൂക്കുന്നതും ഉത്തരവാദിത്വം വഹിക്കുന്നതും മൊത്തം ഇവരാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖ്രിജുൽ ഖുമാമത മിൻ മസാജിദിക്കും കമാ ഖാല റസൂലുള്ളാഹി. ഈ പള്ളിക്കകത്തുള്ള മാലിന്യങ്ങളൊക്കെ നിങ്ങൾ പുറത്തേക്ക് തള്ളി വൃത്തിയാക്കി സൂക്ഷിക്കുക. ഹബീബായ തങ്ങൾ പറഞ്ഞാണ്, അത് നിങ്ങൾക്ക് ഒരു മഹറാണ്. പള്ളിയിൽ ഒരു പൊടിയെടുത്ത് കളഞ്ഞാൽ ഇത്ര വലിയ ഭാഗ്യപ്പാ. അപ്പൊ മഹറൊക്കെ നമ്മൾ ഇപ്പോഴേ കൊടുത്തു വെച്ചാൽ എപ്പോൾ ഉടനെ കല്യാണം കഴിച്ചിട്ട് പിന്നെ അടുത്ത പരിപാടിക്ക് അങ്ങോട്ട് പോകല്ലോ നമുക്ക്. അതുകൊണ്ട് ഇനി അടുത്ത പോലെ എല്ലാവരും പെട്ടെന്ന് പള്ളികൾ ക്ലിയർ ആക്കുന്നില്ല. ചെറുപ്പക്കാരെ നിങ്ങളൊക്കെ ഇറങ്ങി പള്ളികളൊക്കെ ക്ലീൻ ചെയ്യും. അൽഹംദുലില്ലാഹ് നമുക്ക് ഇപ്പോഴൊക്കെ മഹർ കൊടുത്ത് റെഡിയായി നിൽക്കാം അല്ലേ. അങ്ങോട്ട് പോയി കിട്ടിയാൽ മതി. കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ട് നേരെ അങ്ങോട്ട് കാണാമല്ലോ. അടുത്ത നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാവരും റജബ് മാസമായി എല്ലാവരും പള്ളികളൊക്കെ വൃത്തിയാക്കും. നമ്മൾ കമ്മിറ്റിക്കാരെ അവരെ നമ്മൾ നോക്കാൻ നിൽക്കേണ്ട. ഹൗദ് പരിസരം എപ്പോഴും നമ്മൾ വൃത്തിയാക്കണം. സാലിഹ്യങ്ങൾ നമസ്കരിക്കുന്ന സ്ഥലങ്ങളാണ് ഓരോരോ പള്ളികളെ. ഈ കാർപ്പറ്റ് സുബ്ഹാന റബ്ബിയൽ അഅ്ല പറയുമ്പോൾ തന്നെ മൂക്കിനകത്തൂടെ കയറും പൊടി. 3 തസ്ബീഹ് ചൊല്ലി എഴുന്നേൽക്കുമ്പോൾ അയാൾ അലർജി ആയിട്ട് എഴുന്നേറ്റ്. ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നു. ആ പള്ളിക്ക് നിസ്കരിക്കാൻ പോയതോടെ അലർജിയുടെ അസുഖം, തുമ്മൽ തുടങ്ങിയത് ഇന്നുവരെ മാറില്ല. പിന്നെ എത്ര സുബ്ഹാന റബ്ബിയൽ അഅ്ല പറഞ്ഞാലും അത് മാറില്ല. അലർജി വൃത്തിയാക്കൂല. ചില പള്ളികളിൽ കാണാം പഴയ പണ്ടത്തെ കാലത്ത് ആളുകൾ ചവിട്ടി റബ്ബെ അതിന്റെ അസ്ഥി കൂടെ എല്ലാം വെളിയിൽ ചാടി, അതിന്റെ പിണ്ടൊക്കെ വെളിയിൽ ചാടി നിൽക്കുന്നതാണ്. അതും തന്നെ ഇപ്പോഴും ആരെങ്കിലും നിസ്കരിക്കാൻ വരുന്ന ഒരാളെങ്കിലും എടുത്ത് ദൂരം കളഞ്ഞിട്ട് ഒരു വൃത്തിയുള്ള വാങ്ങി കൊടുത്തൂടെ? ചെയ്യൂല. മുസല്ല കണ്ടില്ല, മുസല്ല നിസ്കരിക്കുന്ന മുസല്ല, പഴയ മുസല്ല കാല് തുടയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോകും. നിസ്കരിച്ച സാധനം അല്ലാഹു കൊണ്ട് സുജൂദ് ആദരിക്കപ്പെടേണ്ട സാധനം. ഇത് കാല് തുടയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കാം. കാല് തുടയ്ക്കാൻ വേണ്ടി അതിങ്ങനെ കാല് തുടയ്ക്കാൻ വേണ്ടി പള്ളിയുടെ വാതിൽ ഇരിക്കുന്നതാണ് ചില പള്ളികളിൽ കാണാൻ പറ്റും. കൂടുതൽ നേരം സുജൂദ് ചെയ്യാൻ പറ്റില്ല. സുജി പൊടിക്കൽ നെറ്റിക്കാത്തതുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ല ഒന്നേ പറയുള്ള അപ്പോഴേ അവൻ ചാടി എടുത്തത്. കാരണം സാധനം കൊണ്ട് കയറാം. പിറ്റേ ദിവസം നേരെ പോകുന്ന ക്ലിനിക്കിലേക്ക് മരുന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വത്തഖിദു അബ്വാബഹാൽ മതാഹിറ. പള്ളിയും പരിസരങ്ങളും നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണേ. നളിഫു അഫ്നിയതകും. നിങ്ങളുടെ മുറ്റം അടിച്ചു തൂത്തുവാരി വൃത്തിയായി സൂക്ഷിക്കണേ. വജമ്മിറുഹാ ഫിൽ ജുമുഅ. എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും അതിന്റെ ദിവസങ്ങളിലും നിങ്ങൾ പള്ളികളിൽ ബഖൂർ പുകയ്ക്കണമേ. ബഖൂർ സാമ്പ്രാണി എന്ന് പറയില്ലേ, നല്ല സാധനം.
ചാത്തനല്ല, നല്ല സാധനം പോകണം പള്ളിയിൽ, നല്ല മണം കിട്ടണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നമ്മൾ ചെയ്യണം, പള്ളിയുടെ ഉത്തരവാദിത്തം. അപ്പൊ ആ പള്ളിയുടെ ഉത്തരവാദിത്തം നമ്മൾ പറഞ്ഞ വിഷയത്തിൽ, പള്ളിയുടെ ഉത്തരവാദിത്തം ഈ പള്ളിയിൽ നമസ്കാരമില്ലാതിരിക്കൽ, നമസ്കാരം ഒഴിവാക്കൽ, നമസ്കാരം ബന്ധിക്കൽ, ഇതൊക്കെ ഖിയാമത്തിന് അടയാളമാണ്. അപ്പോൾ നമസ്കാരമില്ലാത്തവരും ജനങ്ങളിൽ വിലയും നിലയുമില്ലാത്തവരും ഈ പള്ളിയുടെയും മദ്രസയുടെയും പൊതുവായ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അത് ഖിയാമത്തിന്റെ അടയാളമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലയുഫ്ലിഹ ഖൗമൻ വല്ലൗ അംറഹും ഇംറഅ. ആരെങ്കിലും ഉത്തരവാദിത്തങ്ങൾ, അധികാരങ്ങൾ പെണ്ണുങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ, ആരുടെയെങ്കിലും ഉത്തരവാദിത്തം സ്ത്രീകളാണ് വഹിക്കുന്നതെങ്കിൽ ആ സമുദായം വിജയിക്കുകയില്ല, ആ സമുദായം വിജയിക്കുകയില്ല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, എന്റെ സഹോദര ഭർത്താക്കന്മാരെ, പുരുഷന്മാരെ, ഒന്ന് കേട്ടോ, ഒരു ഹദീസ് കേട്ടോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഇന്ന് സ്ത്രീകളെ അടിമപ്പണി ചെയ്യുന്ന കാലഘട്ടമല്ലേ, സ്ത്രീകളല്ലേ നമ്മുടെ മേലാധികാരികൾ. പരിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞത് പുരുഷന്മാരാണ് സ്ത്രീകളുടെ ഉത്തരവാദിത്തം വഹിക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പുരുഷന്മാരുടെ ഉത്തരവാദിത്തം വഹിക്കുന്നത് സ്ത്രീകളല്ലേ, സ്ത്രീകളല്ലേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സ്സഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ അതാ റജുലു ഇംറഅതഹു വഅഖസാ അബാഹു വഅദ്നാ സദീഖഹു. ഒരു ഭർത്താവ് ഭാര്യയെ കീഴ്പ്പെടുന്ന കാലഘട്ടം വരാതെ, ഒരു ഭർത്താവ് ഭാര്യയെ അനുസരിക്കുന്ന കാലഘട്ടം വരാതെ, ലാ തഖൂമു സ്സഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. സ്ത്രീകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് പുരുഷന്മാരാണ്, ഭാര്യമാരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഭർത്താക്കന്മാരാണ്, ഭാര്യമാരെ നിയന്ത്രിക്കേണ്ടത് ഭർത്താക്കന്മാരാണ്. പക്ഷേ ഒരു കാലഘട്ടം എന്ന സമുദായം കാണാൻ വരുന്ന സത്യമാണ്, അത് ഖിയാമത്തിന്റെ കാലഘട്ടമാണ്, ഖിയാമത്തിന്റെ അടയാളമാണ്. അന്ന് ഭർത്താക്കന്മാർ ഭാര്യമാരെ അടിമപ്പണി ചെയ്യേണ്ടി വരും. ഭർത്താവേ, ഭർത്താവേ, നീ കേവലം ഒരു റബ്ബർ സ്റ്റാമ്പായി നിന്റെ വീട്ടിൽ കഴിയേണ്ട. ഒരു ഗതികേട് വന്നാൽ ഖിയാമത്തിന്റെ അടയാളമാണെന്ന് നീ പ്രതീക്ഷിച്ചോ. ഭാര്യ പറയുന്ന അനുസരിച്ചാണ് ഇയാൾ നടക്കുന്നത്. ഭാര്യ പറയുന്ന അനുസരിച്ച് കൃത്യമായിട്ട് വന്നോണം. 10 മണിക്ക് വന്നില്ലെങ്കിൽ ഗേറ്റ് അടയ്ക്കും, പട്ടി അഴിച്ചു. പിന്നെ എന്നോട് വന്നിട്ട് വിളിച്ചാലൊന്നും ഞാൻ തുറന്നു തരൂല്ല. പിന്നെ നിങ്ങളുടെ ഉമ്മയുടെ വീട്ടിൽ ഇപ്പൊ കിടന്നു, തറവാട്ടിൽ ഇപ്പൊ കിടന്നിട്ട് വന്നാൽ മതി. ഭാര്യ അനുസരിക്കുന്ന കാലഘട്ടം. ഭാര്യ രാവിലെ വേണം നമ്മൾ അടികൂലിക്ക് ഒരു 50 രൂപ 100 രൂപ ചൊറിഞ്ഞു കാര്യമായിട്ട് ചോദിച്ചാൽ ദേഷ്യപ്പെട്ട് തിന്നാലോ, അത് തരുന്ന ചോദിക്കാം. ഇന്നലെ അവിടെ പോയി ചോദ്യം വരും. എല്ലാം കണക്കാണ്. പെണ്ണുങ്ങളാണ് ഉത്തരവാദിത്തം. അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്താണ്. ശരിയല്ലേ? റേഷൻ കാർഡിൽ നീ റേഷൻ അരി വേണോ, മണ്ണെണ്ണ വേണോ, ആട്ട വേണോ, ഗോതമ്പ് വേണോ, പച്ചരി വേണോ, നമ്മുടെ താത്ത തീരുമാനിക്കണം. താത്ത തീരുമാനിച്ചില്ല മണ്ണെണ്ണ ഇട്ടുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ മണ്ണെണ്ണ കുളിച്ച് ചാവുന്നത് പെണ്ണുങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് തീരുമാനിച്ചു ഈ മണ്ണെണ്ണ വാങ്ങാനുള്ള കാർഡിൽ ഇവരുടെ തല തന്നെ ഫിറ്റ് ചെയ്യാം. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ റേഷൻ കാർഡിൽ പെണ്ണുങ്ങളുടെ തല കൊണ്ട് ഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ബുർഖയിട്ട് പർദ്ദയിട്ട് നടന്ന എല്ലാ പെണ്ണുങ്ങളുടെയും തല കൊണ്ട് മോന്ത കൊണ്ടുപോയി കാർഡിൽ പതിപ്പിക്കേണ്ട ഗതികേട് വന്നില്ലേ? പൊതുവായ കാര്യങ്ങൾ സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്തില്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം അനുസരിച്ച് 35% പെണ്ണുങ്ങൾക്ക് വേണ്ടി തീരെഴുതി കൊടുത്തില്ലേ? ഇനി ഞങ്ങൾ 3 പേര് ഇവിടെ ഇരുന്നാല് ഒരു പെണ്ണും കൂടി അപ്പുറത്തിരിക്കും. 10 പേരെ വാദ വെച്ചാല് 3 പെണ്ണ് മുസ്ലിംമാരുണ്ടാവണം. ഒരു കാലഘട്ടം വരും 3 മുസ്ലിയാത്തിമാരും ബാക്കി 7 മുസ്ലിയാക്കന്മാരും. അപ്പൊ മദ്രസയിലും പെണ്ണുങ്ങളായല്ലോ, മദ്രസയിൽ പഠിപ്പിക്കാൻ പെണ്ണുങ്ങളായില്ലേ? ഇനി ഇമാമത്തും ഇൻഷാ അല്ലാഹ് വരും. പ്രതീക്ഷിച്ചു അതൊക്കെ ജീവിച്ചിരിക്കാനൊക്കെ ഒരു തൗഫീഖ് അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാം. പള്ളിയുടെ കമ്മിറ്റി മെമ്പർമാരൊക്കെ ഇനി നമ്മുടെ പെണ്ണുങ്ങളൊക്കെ വരും, ഇത്താമാരൊക്കെ വരും കമ്മിറ്റി ഓഫീസിലൊക്കെ. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തഖൂമു സ്സാഅ ഹത്താ തുഈനൽ മർഅതു സൗജഹാ ലിത്തിജാറ.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഒരു ഭർത്താവിന്റെ കടയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് കച്ചവടത്തിന് വേണ്ടി സഹായിക്കുന്ന കാലഘട്ടം വരാതെ ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. കടയിൽ കച്ചവടം ചെയ്യുന്നത് പെണ്ണുങ്ങളല്ലേ? എല്ലാ കടകളിലും ഒരു നോട്ടീസ് കാണാം, സെയിൽസ് ഗേളിന് ആവശ്യമുണ്ട്. ഇക്ക പള്ളിയിൽ പോകുമ്പോ ആ കടയുടെ ഉത്തരവാദിത്വം ഭാര്യയല്ലേ വഹിക്കുന്നത്? എത്രയോ പുരുഷന്മാര്, അന്യപുരുഷന്മാര് കടയിലേക്ക് കയറി വന്ന് സാധനം വാങ്ങുമ്പോ, ഫ്ലെക്സി അടിക്കാൻ വരുമ്പോ, നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പൊന്നു സഹോദരി, അന്യപുരുഷന്റെ മുന്നില് ഒരുപക്ഷെ നിന്റെ ശരീരം മറയ്ക്കാതെ നീ നിൽക്കാം, നിന്റെ ഔറത്ത് മറയ്ക്കാതെ നീ നിൽക്കാം, അന്യപുരുഷന്റെ സംസാരം നീ കേൾക്കേണ്ടി വരികയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് തെറ്റ് പറ്റിയിട്ടുണ്ടോ? എത്രയെത്ര ഭർത്താക്കന്മാരുടെ കടകളിലാണ് കച്ചവടം ചെയ്യുന്നത്? അവരുടെ ഭാര്യമാരാണ്. അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മാ റഅയ്തു ബഅദി അലറ അലർ റിജാലി മിനൻ നിസാ. നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ പുരുഷന്മാരിൽ കാണുന്നത്, ഭയപ്പെടുന്നത് ഫിത്നകളിലും ഫസാദുകളിലും സ്ത്രീകളാണ്. സൂക്ഷിച്ചോ. حتى يكون 50 امرأة للرجل الواحد القيم. ഒരു ശക്തനായ യുവാവിന്, ഒരു നല്ല കഴിവുള്ള യുവാവിന് 50ഓളം പെണ്ണുങ്ങൾ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകാതെ ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഒരാൾക്ക് 50 പെണ്ണുങ്ങൾ ഉണ്ടാവും. അതിന്റെ ഏറ്റവും വലിയ തെളിവാ ഇന്ന് നമുക്ക് ഒന്നിലധികം പെണ്ണുങ്ങളില്ലേ? നല്ല മനസ്സോടെ പറയണ്ട, മനസ്സിൽ വെച്ചാൽ മതി, പുഞ്ചിരിച്ചാൽ മതി. ഒന്നിലധികം പെണ്ണുങ്ങള് ഒറിജിനൽ ഭാര്യ വീട്ടിൽ കാണും, പിന്നെ വാട്സാപ്പിൽ ഒന്ന് കാണും, ഒന്നൊന്നോ 2-3 പല നമ്പറുകൾ, ഫേസ്ബുക്കിൽ വേറെ കാണും, ചാറ്റിങ്ങിനും ചീറ്റിങ്ങിനും ഒക്കെ വേറെ കാണും. എത്ര പെണ്ണുങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ പൂജിക്കുന്നത്, ഒന്നിലധികം പെണ്ണുങ്ങളുമായി ബന്ധപ്പെടുന്നത്. ഇന്ന് നമ്മുടെ ഈ വർത്തമാന കാലത്തിന്റെ അടയാളമാണെങ്കിൽ ഖിയാമത്ത് നാളാകുമ്പോ ഒരാൾക്ക് 50 പെണ്ണുങ്ങളാണ്. 50 എത്തിക്കഴിഞ്ഞാൽ ഖിയാമത്താവും. ഇപ്പൊ എത്ര പേർക്ക് സ്കോർ അടിച്ചിട്ടുണ്ടോ നോക്കിയാൽ മതി. ഇപ്പൊ രാത്രി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു 9 മണി മുതൽ രാവിലെ 7 മണി വരെ സംസാരിക്കാൻ ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഉറക്കമില്ല പെണ്ണുങ്ങൾക്ക്. ലൈറ്റ് കിടക്കുന്ന രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടി വാപ്പ എഴുന്നേക്കും. മോളെ എന്താ അവിടെ ലൈറ്റ്? ഇല്ലല്ലോ വാപ്പ, പഠിക്കുക, ടെസ്റ്റ് നാളെ പരീക്ഷയല്ലേ, ആ ടെസ്റ്റ് അയാളുമായിട്ട് ടെസ്റ്റ് നടത്തേണ്ടത് എങ്ങനെയാണെന്ന് രാത്രി അയാൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് ടെസ്റ്റ് നടത്തേണ്ടത്, അതൊന്ന് ടെസ്റ്റിന് വേണ്ടി ഒന്ന് പഠിച്ചോണ്ടിരിക്കും. ആരറിയുന്ന നമ്മളെ ടെസ്റ്റ് ചെയ്ത് ഞാൻ കിടന്നാളെ ചോദിച്ചാൽ നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, പെണ്ണുങ്ങളെ ഒറ്റയ്ക്ക് വീടിന്റെ മോളിൽ താമസിപ്പിക്കരുത്. ലാ തുസ്കിനു നിസാഅൽ ഖുറഫാ വലാ തുഅല്ലിമുഹുന്നൽ കിതാബ. ആവശ്യമില്ലാതെ ഒന്നും പെണ്ണുങ്ങൾക്കൊന്നും വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാര്യം എന്താ? പെണ്ണുമാരൊക്കെ പഠിക്കാൻ പോകണം. കണ്ടില്ല ഞങ്ങളുടെ അടുത്തല്ല ടെക്നോ പാർക്ക്, നിക്കറും ചട്ടിയും മാത്രം നടക്കുന്ന പെണ്ണുങ്ങളെ കണ്ടില്ല? അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണാൻ അവിടെ ഇവിടെ 5-6 മാലയല്ല വിളിക്കാൻ, ഫോൺ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ നടക്കുക. ഇങ്ങനെ എന്താ ദുനിയാവും? അതിനകത്തോട്ട് കയറിയ പിന്നെ ഇറങ്ങി പോണ ആരുടെ കൂടെ എന്തൊക്കെയാണ്? പറഞ്ഞല്ലേ, ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തുകൾ കാണാൻ പോകുന്ന സത്യമാണ്. എന്റെ ഉമ്മത്തിന്റെ മേൽ ഒരു കാലഘട്ടം സംജാതമാകും. ആഡംബര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഓരോ അനുയായികൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നത് ആഡംബര വാഹനങ്ങളിലായിരിക്കും. ഓരോ അന്യ പെണ്ണുങ്ങളുടെ പിന്നാലെ, അന്യ പുരുഷന്റെ പിന്നാലെ പെണ്ണുങ്ങളെ യാത്ര ചെയ്യും, പെണ്ണുങ്ങളെ സ്വന്തമായി ഡ്രൈവ് ചെയ്യും, പെണ്ണുങ്ങളെ ആഡംബര വാഹനങ്ങൾ ഓടിക്കും. അവരുടെ ഔറത്തുകൾ തുറന്നുകൊണ്ടായിരിക്കും അവർ യാത്ര ചെയ്യുക. അവരുടെ ഔറത്തുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും അവർ യാത്ര ചെയ്യുക. അങ്ങനെ ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ശരിയോ തെറ്റോ? നിങ്ങൾ തീരുമാനിച്ചു.
നിങ്ങൾ തീരുമാനിച്ചോ? ഞാൻ ഓതുന്നത് ഹദീസാണ്. പെണ്ണുങ്ങളൊന്ന് ബൈക്ക് ഓടിക്കാറില്ലേ? ഔറത്തുകളെ ശ്രദ്ധിക്കാറുണ്ടോ? ഇന്ന് അർദ്ധനഗ്നങ്ങളായ പെണ്ണുങ്ങളെ യാത്ര ചെയ്യാറില്ലേ? നിങ്ങൾ ഫേസ്ബുക്കിലൂടെ കണ്ടില്ലേ? പാശ്ചാത്യ രാജ്യങ്ങളിൽ പരസ്യമായിട്ട് ഒരു ഓഫീസിൽ ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായി ജോലിക്ക് വന്നു. പരീക്ഷിക്കാനാണ്. നഗ്നരായി ജോലിക്ക് പരീക്ഷിക്കാൻ എങ്ങനെ ഉണ്ടെന്ന്. അപ്പുറത്ത് 4 പെണ്ണുങ്ങൾ ഇങ്ങോട്ട്, ഇപ്പുറത്ത് 4 ആണുങ്ങൾ അങ്ങോട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷിക്കാൻ. ഞാനിപ്പോ അടുത്ത സമയത്ത് കണ്ടതാണ് സംഭവം. ഖിയാമത്ത് നല്ല അടയാളമാണ്. ഇങ്ങനെ പരസ്യമാവുമല്ലോ. ഈ അശ്ലീലതകളും അനാവശ്യങ്ങളും ആവശ്യമില്ലാത്ത ഹറാമുകൾ വ്യാപിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി ഇതൊക്കെ വ്യാപിക്കുമല്ലോ. ഇതൊക്കെ കണ്ടിട്ട് കാണാൻ പോകുന്നേ ഉള്ളൂ. കാണാൻ പോകുന്ന പോലും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. പരസ്യമായിട്ട് ചുംബന നടക്കും, പരസ്യമായിട്ട് വ്യഭിചാരം നടക്കുന്നില്ല. لا تقوم الساعة حتى توجد المرأة نهارا جهارا. പരസ്യമായ ഒരു പെണ്ണിനെ ജനങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുവന്നിട്ട് ജനങ്ങൾ നോക്കി നോക്കി അവളെ പരസ്യമായി വ്യഭിചരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ. എത്രത്തോളം എന്ന് വെച്ചാൽ അവളെ പരസ്യമായി വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവരിൽ കാരണവർമാരായ സാധുക്കളായ ജനങ്ങൾ ആ റോഡിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അവരോട് പറയുകയാണ്, സഹോദരി, ഈ റോഡിന്റെ നടുവിൽ നിന്ന് അല്പം മാറി നിന്നായിക്കൂടെ എന്ന് പരസ്യമായി പറയേണ്ട ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. പരസ്യമായ ചുംബനം ഈ സംസ്കാര ബോധമുള്ള കൊച്ചു കേരളത്തിൽ നടന്നില്ലേ? പരസ്യമായ ഒരു പെണ്ണിനെ ചുംബിക്കൽ വ്യഭിചാരമാണെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് ഈ ലോകത്ത് നടക്കാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ബസ്സിൽ പീഡനം നടക്കുന്നില്ലേ? ബഹുമാനമുള്ളവരെ, പാവപ്പെട്ട ജനങ്ങൾ കാറ് വാങ്ങിയിട്ട് കാറിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ച് നടന്നപ്പോ ഗവൺമെന്റിന് വല്ലാത്ത മൂലക്കുരുവായിരുന്നു. ആ മൂലക്കുരുവിന് അവർ പറഞ്ഞ വാക്കെന്താണ്? ഈ കാറിന്റെ ഉള്ളിൽ പീഡനങ്ങൾ നടക്കുന്നു. എപ്പോഴാണോ ഈ ഗ്ലാസ് റിമൂവ് ചെയ്തത് അന്ന് മുതലാണ് ബസ്സിൽ പരസ്യമായി പീഡനങ്ങൾ തുടങ്ങുന്നത്. ഇത് അടച്ചിട്ട സമയത്ത് നമ്മൾ കേട്ടിട്ടേ ഇല്ല. പരസ്യമായി ഓടുന്ന ബസ്സില്, പരസ്യമായി സ്കൂളിൽ കുട്ടികൾ പോകുന്ന സമയത്ത്, പരസ്യമായി ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു പെണ്ണിനെ പരസ്യമായി പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടം നട റോഡിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയാണ്. ബാക്കിയുള്ളവർ നോക്കി നിന്ന് ഫോട്ടോ എടുക്കുകയാണ്, അത് കണ്ട് രസിക്കുകയാണ്. ആ 14ന്റെ പൊന്നുമോളെ രക്ഷപ്പെടുത്താൻ ഒരു നായികൾ പോലുമില്ല, ഒരു കഴുകന്മാര് പോലുമില്ല. ആ പെണ്ണിന്റെ ശരീരത്തെ പിച്ച് ചീന്തുന്നത് കണ്ടിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലേക്കും വാട്സപ്പിലേക്കും ഇട്ടും ആനന്ദിക്കുന്ന വൃത്തികളുടെ ജന്തുക്കളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ? തുഗാറു അലൽ ഗുലാം കമാ യുഗാറു അലൽ ജരിയ വതുഖ്തബു കമാ തുഖ്തബു നിസാ. എൽകെജി യുകെജിയിൽ പോകാൻ പെൺകുട്ടികൾക്ക് പോലും സ്വാതന്ത്ര്യം ഹരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. എൽകെജിയിൽ പോകുന്ന കുഞ്ഞുമക്കളെ പീഡിപ്പിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞില്ലേ? ആ പെൺകുട്ടികളെ പച്ചയായി കഴുകന്മാര് കൊത്തിയെടുക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. 1ാം ക്ലാസ്സിലെ കുട്ടിയെ പീഡിപ്പിക്കുകയാണ്, 2ാം ക്ലാസ്സിലെ കുട്ടിയെ പീഡിപ്പിക്കുകയാണ്. 4 വയസ്സുള്ള കുഞ്ഞ്, 5 വയസ്സുള്ള കുഞ്ഞ്, 6 വയസ്സുള്ള കുഞ്ഞിനെ നമ്മൾ ഓമനിച്ച് വളർത്തേണ്ട പൊന്നുമോളെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഈ ദുനിയാവ്? 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹിജാസിന്റെ ഉടമസ്ഥനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പ്രതികരിച്ചില്ലേ? 21ാം നൂറ്റാണ്ടിലെ നേർക്കാഴ്ചയാണ് പരസ്യമായി സ്കൂളുകളിലും കോളേജുകളിലും ബസ്സിലും വരാന്തരങ്ങളിലും വഴിയോരങ്ങളിലും ഒരു കുഞ്ഞിനെ, ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന കാലഘട്ടം വരാതെ അന്ത്യനാള് സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയല്ലേ സഹോദരങ്ങളെ? അച്ഛൻ മകളെ പീഡിപ്പിക്കും, അതിന്റെ വിധങ്ങൾ പറഞ്ഞതാണ്. ഇഷ്ടം പോലെ പത്രത്തിൽ
ബക്കറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ ഇന്നത്തെ സാഹചര്യങ്ങളല്ലേ, ഇന്നത്തെ സാഹചര്യങ്ങളല്ലേ. ഇതൊക്കെ നബിതങ്ങൾ പറഞ്ഞു. നമ്മൾ വിചാരിക്കുന്നു നബിതങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ സുന്നത്തല്ല. ഇനി ഇഷ്ടം പോലെ ഉണ്ട് പറയാൻ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എത്രയോ സംഭവങ്ങൾ, എത്ര സംഭവം. ആഡംബര വാഹനങ്ങളൊക്കെ വണ്ടി ഓടിച്ച് നമ്മളെ പള്ളിയിലൊക്കെ വിസ്കരിക്കാൻ പറ്റുന്ന വണ്ടിയില്ല, ബൈക്കിലല്ലേ. ഇങ്ങോട്ട് വെക്കും 3 മുസ്ലിയാക്കന്മാർ എന്താ തരാനാണ് ചങ്ങാതി, അങ്ങോട്ട് കൊണ്ടുകൂടാ. കഴിഞ്ഞല്ലോ, ഇനി എന്നാ കഴിയാൻ കഴിയട്ടെ. 7:30 മുതൽ 9:30 വരെ 2 മണിക്കൂർ. അതിനപ്പുറത്ത് പോകാൻ പറ്റുമോ? ഒരു 1-2 അതിഥികളെ പെട്ടെന്ന് ശ്രദ്ധിച്ചു. എല്ലാവരും ഒന്ന് സഹായിക്കും. 10 രൂപ ഒന്ന് ഒഴിവാക്കി 50-100 രൂപ കപ്പലിന്റെ പോലും 10 രൂപയാക്കി. പാവപ്പെട്ട മക്കളെ സഹായിക്കുന്ന ഒരു സദഖയും കാര്യങ്ങളൊക്കെ ചെയ്യും. അൽഹംദുലില്ലാഹ്. വെള്ളം കുടിക്കാൻ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അടുത്ത ഹദീസ് ഖിയാമത്തിന്റെ അടയാളവുമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സ്സാഅ ഹത്താ യൽഹിഖ ഫിആമുൻ മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. എന്റെ ഉമ്മത്തുകൾ മുശ്രിക്കീങ്ങളുമായിട്ട് കൂട്ടുകൂടുന്ന ഒരു കാലഘട്ടം വരെ ഖിയാമത്ത് സംഭവിക്കൂല. ഒളിച്ചോടുന്നത്, മുസ്ലിം പെണ്ണുങ്ങൾ ഒളിച്ചോടുന്നത് ആരുടെ കൂടെ? ശിർക്കിനെ ഇഷ്ടപ്പെടും, മുശ്രിക്കീങ്ങളെ ഇഷ്ടപ്പെടും. എന്റെ ഉമ്മത്ത് മുശ്രിക്കീങ്ങളെ ഇഷ്ടപ്പെടും. അവരുടെ കൂട്ടിൽ അവരുടെ കൂടെ കഴിഞ്ഞുകൂടും. അവര് പറയുന്നത് ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ ഔസാൻ. എന്റെ ഉമ്മത്തുകൾപ്പെട്ട ഒരു വിഭാഗം ശിലകളെ ആരാധിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലാ തഖൂമു സ്സാഅ. മുസ്ലിം പാരമ്പര്യത്തിൽ ജനിച്ചു വീണ മുസ്ലിം പെണ്ണ് അന്യമതക്കാരനോടൊപ്പം ഒളിച്ചോടി പോയിട്ട് അമ്പലങ്ങളിലും ചർച്ചുകളിലും പോയി മാലയിട്ട് പൂജിച്ച് അവരുടെ ദൈവങ്ങളെ ആരാധിച്ച് അവനെ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായം നേരിൽ കാണാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ശരിയല്ലേ? സംശയമുണ്ടോ? അല്ലാഹു റസൂൽ പറഞ്ഞ ഹദീസ് ഹത്താ യൽഹിഖ ഫിആമുൻ മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. മുശ്രിക്കീങ്ങളോടൊപ്പം എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ചേരും. അവരോടൊപ്പം വല്ല ഫായദയുണ്ടോ? മുസ്ലിം മന്ത്രിമാരുണ്ട്, വലിയ ഫായദയുണ്ടോ? വല്ല ഫായദയുണ്ടോ? മാഫി ഫായദ. എന്ത് ഫായദ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇസ്ലാമിക നിയമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ അവരെ കൂടെ അവകാശമുണ്ടോ? ഇൻ തകല്ലമു ഖതലുഹും വഇൻ സകതു ഇസ്തബാഹും തൂതൗ ഹുർമതുഹും വയുഹാറു ഫീ ഹുക്മിഹിം. അല്ലാഹുവിന്റെ റസൂൽ വെറുതെ ഒന്നല്ല മക്കളെ പറഞ്ഞത്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമാകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം വഹിക്കുന്നത് ആരായിരിക്കും? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളാണ്. ഒരു വിശാലമായ ഹദീസുകളിലൂടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്, എന്റെ ഉമ്മത്തുകൾ മുശ്രിക്കീങ്ങളെ കിടപിടിക്കുന്ന കാലഘട്ടം വരാതെ. വീണ്ടും ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, لا تقوم الساعة حتى تأخذ أمتي ما أخذ الأمم والقرون قبلها شبرا بشبر وذراعا بذراع. قيل يا رسول الله كما فعلت فارس والروم.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം എന്ന സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. ആ കാലഘട്ടത്തിൽ പാശ്ചാത്യന്മാരെ എന്റെ സമുദായം കിടപിടിക്കുമത്രേ. ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ്, ചാണോട് ചാണ് ഇഞ്ചോട് ഇഞ്ച് പാശ്ചാത്യൻ മക്കളെ എന്റെ ഉമ്മത്ത് കിടപിടിക്കും. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, പേർഷ്യക്കാരെ കുറിച്ചാണോ പറഞ്ഞത്, ഫാരിസികളാണോ, റോമിലുള്ളവരാണോ, റോമ സാമ്രാജ്യത്തെ കുറിച്ചാണോ? അവര് പിഴച്ചതുപോലെ അവരുടെ സംസ്കാരം പോലെ അവിടുത്തെ ഉമ്മത്തും പിഴയ്ക്കുമെന്നാണോ നബിയെ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പിന്നല്ലാതെ അവരെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചാണ്? പാശ്ചാത്യന്റെ സംസ്കാരമായിരിക്കും, പാശ്ചാത്യന്റെ വസ്ത്രമായിരിക്കും എന്റെ ഉമ്മത്ത് ധരിക്കുക, പാശ്ചാത്യന്റെ ഭക്ഷണമായിരിക്കും എന്റെ ഉമ്മത്ത് കഴിക്കുക, പാശ്ചാത്യം തിന്നുന്നത് പോലെയായിരിക്കും എന്റെ ഉമ്മത്ത് തിന്നുക, പാശ്ചാത്യന്റെ ജീവിത സങ്കല്പങ്ങളായിരിക്കും എന്റെ ഉമ്മത്തിന്റെയും ജീവിത സങ്കല്പങ്ങൾ. അങ്ങനെ ഒരു കാലഘട്ടം ചാണോട് ചാണ് ഇഞ്ചോട് ഇഞ്ച് അവർ പെരുമാറാതെ പ്രവർത്തിക്കാതെ ഖിയാമത്ത് സംഭവിക്കുകയേ ഇല്ല. ഇന്നത്തെ ബർമൂഡ സംസ്കാരം ആരുടെ സംസ്കാരമാണ്? പള്ളികളെ നമസ്കരിക്കാൻ ചെറുപ്പക്കാരൻ വരുന്നതും അവൻ അണ്ടർവെയർ ഇട്ടുകൊണ്ടല്ലേ സഹോദര? അവന്റെ മുട്ടിന് താഴെ ഒരു ചെറിയ ബർമൂഡയിട്ട് അവനെ തഹയ്യാത്തിലിരിക്കുമ്പോ അവന്റെ ഔറത്ത് വെളിപ്പെടുന്ന തരത്തിലുള്ള ആ ഒരു ബർമൂഡയിട്ട് നമസ്കരിക്കാൻ പള്ളികളിലേക്ക് വരുന്നത് ആരുടെ സംസ്കാരമാണ്? വെള്ളക്കാരന്റെ സംസ്കാരമല്ലേ? അതാരാണ് മുസ്ലിമേ നിനക്ക് പഠിപ്പിച്ചത്? ആരാണ് മുസ്ലിമേ നിനക്ക് പഠിപ്പിച്ചത്? ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരന്റെ കൈകൾ നോക്കിയാൽ എത്രയോ സ്റ്റീല് പോലുള്ള ഒരു ചെയിൻ അവൻ ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നമസ്കരിക്കാൻ അവൻ വരാറില്ലേ? ഈ നമസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാരന്റെ കയ്യിലുമുള്ള ഈ സ്റ്റീൽ ചെയിൻ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? പാശ്ചാത്യന്റെ സംസ്കാരമാ. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നീ ഇത് ധരിക്കാതെ പള്ളിയിൽ വരാൻ നിന്നെ കൊണ്ടുപറ്റുകയില്ല. ഇന്ന് മ്യൂസിക്കുള്ള പാട്ടുകളുമായി പള്ളികളിലേക്ക് മൊബൈൽ ഫോണുമായി നിന്നെ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചതാരാണ്? പാശ്ചാത്യ സംഗീതജ്ഞരല്ലേ? പാശ്ചാത്യ സംഗീതജ്ഞരല്ലേ? ഇന്ന് റുക്കൂഅിലും സുജൂദിലും നടക്കുമ്പോ മ്യൂസിക്കുമായിട്ടല്ലേ നമ്മൾ റുക്കൂഅ് ചെയ്യേണ്ടി വരുന്നത്? അലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. പള്ളികളിൽ ഉറക്ക ശബ്ദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന് ഇന്നിതാ മാലിന്യമായിരിക്കുകയാണ്. പരിശുദ്ധമായ പള്ളികളിൽ ഉറക്ക നിങ്ങൾ ഖുർആൻ ഓതരുത്. നമസ്കാരക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ നിങ്ങൾ ഉറക്ക പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന് വെല്ലുവിളിയല്ലേ? ഇന്ന് പാശ്ചാത്യ സംഗീതവുമായി മസ്ജിദുകളിൽ നമസ്കരിക്കാൻ വേണ്ടി കയറി വരുന്നത് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാ. ഒരു കാലഘട്ടം എന്ന സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. അന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ റിംഗ് ട്യൂണായി ഉപയോഗിക്കുന്ന കാലഘട്ടമായിരിക്കും. ആ കാലഘട്ടം എന്റെ ഉമ്മത്ത് കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇന്ന് ഈ റിംഗ്ടോണുമായിട്ടാണ് പള്ളികളിൽ വരുന്നത്. നിസ്കരിക്കുന്ന സമയത്ത് പാശ്ചാത്യം 20 വർഷക്കാലം അവനിരുന്ന് മെനഞ്ഞുണ്ടാക്കിയതാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ആരാധനയെ തകർക്കുന്നതിന് വേണ്ടി നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാം? ഏറ്റവും നല്ല മൊബൈൽ വാങ്ങിക്കൊണ്ട് അതിലേക്ക് മ്യൂസിക് നമ്മളെ കടത്തിവിട്ടുകൊണ്ട് അവരുടെ ഇബാദത്തുകളെ തകർക്കാൻ നമുക്ക് കഴിയും. അതിനല്ലേ 14-ാം രാവ് കണ്ടുപിടിച്ചത്, അതിനല്ലേ പട്ടുറുമാല കണ്ടുപിടിച്ചത്, അതിനല്ലേ ഇശൽ നിലാവ് കണ്ടുപിടിച്ചത്, അതിനല്ലേ റിയാലിറ്റി ഷോ കണ്ടുപിടിച്ചത്. പരിശുദ്ധ ഖുർആൻ മാസ്മരിക ശക്തിയോടുകൂടി ഓരോ പൊന്നുമോൻ 14-ും 15-ന്റെയും പൊന്നുമോളും പൊന്നുമോനെയും അതാ പരിശുദ്ധമായ ഖുർആനും മദ്രസകളെയും അവഗണിച്ചുകൊണ്ട് 14-ാം രാവിന്റെ മേശപ്പുറത്തേക്ക് കയറ്റി നിർത്താറില്ലേ? അവിടെ നിർത്തിക്കൊണ്ട് മധുരമായ പാട്ടുകൾ ഇമ്പമാർന്ന ശൈലിയിൽ പാടുമ്പോ അത് മ്യൂസിക് വൽക്കരിച്ചുകൊണ്ട് അത് കേട്ട് രസിക്കാൻ അവിടുത്തെ ഉമ്മമാരും ഉപ്പമാരും തയ്യാറാകുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഈ കാലഘട്ടത്തേക്ക് നോക്കിക്കൊണ്ടല്ലേ പറഞ്ഞത്, ലാ തബീഉൽ ഖൈനാത് വലാ തസ്തറൂഹുന്ന വലാ തുഅല്ലിമൂഹുന്ന വസമനുഹുന്ന ഹറാം. നിങ്ങൾ മ്യൂസിക് ഉപകരണങ്ങൾ വാങ്ങരുത്, നിങ്ങൾ മ്യൂസിക് ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ മ്യൂസിക് പഠിപ്പിക്കരുത്. ആടാനും പാടാനും നൃത്തം ചവിട്ടാനും 14-ാം രാവിൽ പാടി തിമിർക്കാനും അതിലൂടെ നിങ്ങൾക്ക് വലിയ വലിയ സമ്മാനങ്ങൾ വാങ്ങാനും എന്റെ മാതാപിതാക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാട്ടുപാടി ആ സ്റ്റുഡിയോയിൽ നിന്ന് കൊണ്ടുവരുന്ന സമ്മാനമുണ്ടല്ലോ, വസമനുഹുന്ന ഹറാം. ആ പണം തിന്നലും പന്നിയിറച്ചി തിന്നലിന് സമമാണ്. മ്യൂസിക് പാടിയിട്ട്
പാട്ടുപാടി കൊണ്ടുവരുന്ന പൈസ ഉണ്ടല്ലോ, പാട്ടുപാടി തന്റെ മക്കൾ കൊണ്ടുവരുന്ന പണമുണ്ടല്ലോ, അത് വാങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉമ്മ നിങ്ങൾ സുബഹി നമസ്കരിച്ചിട്ട് കാര്യമില്ല, ഉമ്മ ഉപ്പ നിങ്ങൾ സുബഹി നമസ്കരിച്ചിട്ട് കാര്യമില്ല. അതും പലിശയും സമമാണ്, അതും പന്നിമാംസവും സമമാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ നിരോധിച്ചതല്ലേ, പരിശുദ്ധ ഖുർആൻ നിരോധിച്ചതല്ലേ. മ്യൂസിക് പാടിയിട്ട് മ്യൂസിക് ഉണ്ടാക്കി കാശുണ്ടാക്കിയിട്ട് മ്യൂസിക് ഉൽപ്പന്നങ്ങൾ വിറ്റ് കാശുണ്ടാക്കിയിട്ട് അത് പാടി രസിച്ചിട്ട് ആ പണം കൊണ്ടുവന്ന് നിന്റെ മക്കൾ കൊണ്ടുവരുന്ന പൈസ ഉണ്ടല്ലോ, അത് പിച്ചച്ചട്ടിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും മോശമാണ് മാതാപിതാക്കളെ. അത് നിങ്ങൾ കഴിക്കരുതേ, അത് നിങ്ങൾ ഉപയോഗിക്കരുതേ. ആ പണം ശുദ്ധ ഹറാമാണ്. ഹബീബുനാ റസൂലുള്ളാഹി എന്ത് രസമാണ് അത് കേൾക്കാനും അത് പാടാനും ആ പണം കിട്ടാനും പത്രത്തിൽ പേര് വരാനും. നല്ല നല്ല നമ്മുടെ മുസ്ലിം മക്കള്, നല്ല നല്ല ചെറുപ്പക്കാരികളായ മക്കള്, തലയിലെ തട്ടമിട്ടുകൊണ്ട് നടന്ന മക്കള്, മഫ്ത ധരിച്ചുകൊണ്ട് നടന്ന മക്കള് ജഡ്ജിയുടെ മുന്നിൽ വരുമ്പോ അർദ്ധനഗ്നയായി അവൾ മാറുന്നില്ലേ, സ്ലിമ്മായി അവൾ മാറുന്നില്ലേ, സ്ലൈറ്റ് ഇട്ട് അവൾ നടക്കുന്നില്ലേ, മിനിസ്കറ്റ് ഇട്ട് അവൾ പാടുന്നില്ലേ, അവളുടെ മുട്ടിന്റെ താഴ്ഭാഗം കാണുന്നില്ലേ, അവളുടെ അടിവയറ് കാണുന്നില്ലേ. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ പിഴപ്പിക്കുന്നത്. ആ പിഴപ്പിച്ചതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നാളെ ആഖിറത്തിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഈ കുഞ്ഞുങ്ങളല്ല, ഇല്ലാ അന്ന അബവാഹു യുഹൗവിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി. മാതാപിതാക്കളെ പിഴപ്പിച്ചത് അല്ല, മക്കളൊന്നുമല്ല. മക്കൾ നാളെ ആഖിറത്തിൽ റബ്ബിന്റെ മുന്നിൽ നാളെ സമാധാനം പറയേണ്ടത് ആര്? പഠിപ്പിച്ചു നല്ല മ്യൂസിക് പഠിച്ച് നല്ല പാട്ടും പാടി ഖുർആൻ ഹദീസ് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന് മ്യൂസിക് വ്യാപിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് ഉണ്ടാവില്ല. എല്ലാം മൊബൈലല്ലേ. നിസ്കരിക്കാൻ നേരത്തെ തന്നെയാണ് സുജൂദിലോട്ട് പോകുന്ന സമയത്തായിരിക്കും കുനിഞ്ഞത് ശരിയായില്ല. നിർത്താൻ പറ്റുമോ? ഇപ്പോഴത്തെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കുന്ന ഉറയ്ക്കുന്ന സാധനം ആയതുകൊണ്ട് പെട്ടെന്ന് ഓഫാക്കാനും പറ്റൂലല്ലോ. അത് പിന്നെ എടുത്ത് ഒപ്പിച്ച് അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി. അപ്പൊ ഇങ്ങോട്ട് നീക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ ഓളായി പോകും നിസ്കാരത്തിന്. അവള് വിളിക്കുന്നത് സംഭവം നിസ്കാരം മൊത്തം ഹറാബായി, അടുത്ത് നിൽക്കുന്നവന്റെ എല്ലാം ഹറാബിന്. അവൻ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കാൻ നോക്കും, കുറച്ച് അത് ഏത് നമ്പരാ വന്നതെന്ന് നിസ്കാരത്തിൽ ആ നമ്പർ അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഒതുകൊടുക്കാൻ മറക്കൂല, നിസ്കാരത്തിന് സമയം മറക്കൂല. പിന്നെ എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ ഓഫ് ആക്കാൻ നിങ്ങൾ മറന്നു പോകുന്നത്? അതുകൊണ്ട് എപ്പോഴും സൈലന്റ് എന്നൊരു സൗണ്ട് മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ വൈബ്രേഷൻ വെച്ചു. ഏറ്റവും നല്ല കാര്യം. സോഷ്യൽ മീഡിയ നാശത്തിലേക്കൊന്നും വിഷയമുണ്ട്. അതിനകത്ത് മൊബൈലും അഹ്കാമുകളും നമ്മുടെ വിഷയം. 2 മണിക്കൂർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. മൊബൈൽ എങ്ങനെ മൊബൈൽ അതാണ് അതിന്റെ അർത്ഥം. ഖുർആൻ അതിനകത്ത് ഫായിദയെക്കാളും ദോഷമുണ്ട്, ഗുണത്തെക്കാളേറെ ദോഷമുണ്ട്. അപ്പം അതിന്റെ മൻഫഅത്തുകളും അതിന്റെ മദറത്തുകളും ഇത് രണ്ടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. മൊബൈൽ ഫോൺ മനസ്സിലായില്ലേ? എന്തിനാണ് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ വലിയ വലിയ മൊബൈൽ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്? പലക പോലത്തെ സാധനം കയ്യിൽ പിടിക്കാൻ പോലും പറ്റൂല. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പെൺകുട്ടികൾ ഇതൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്ത് ഇങ്ങനെ പോവല്ലേ? അത് ഉണ്ടാവുമല്ലോ. അത് അങ്ങനെ ഉണ്ടാവാതെ സംഭവിക്കില്ല. അപ്പൊ വസ്ത്രത്തിൽ അങ്ങനെ പോത്ത് തിന്നുന്നത് പോലെ അവിടുന്ന് കുറച്ച് തോണ്ടിയെടുത്ത്, ഇവിടുന്നും കുറച്ച് തോണ്ടിയെടുത്ത്, അവിടുന്നും കുറച്ച് തോണ്ടിയെടുത്ത്, അവിടുന്ന് കുറച്ച് പുല്ല് നക്കി തിന്നാൻ തോണ്ടി പാത്രത്തിലെടുത്ത്. ഈ പാത്ര കമ്പനി ഉണ്ടാക്കിയത് 1986 ഈ പേപ്പർ പാത്രം. ഇത് ഉണ്ടാക്കിയിട്ട് ഇന്നേ വരെ അത് കഴിവിട്ടില്ല. അതിങ്ങനെ അട്ടിയടിക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ പൊടിക്കാത്ത ചോറെടുത്ത് നിന്നും ആ എണ്ണയും അതും കൂടെ യോജിക്കും, അങ്ങനെ കഴിക്കും. മാരകമായ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നമ്മൾ ഉണ്ടാക്കും. ആരെങ്കിലും കഴിവോ? പ്ലേറ്റ് കഴിവിട്ടാണോ? പേപ്പർ പ്ലേറ്റ് കഴിവിട്ടാണോ? ഇത് ആരുടെ സംസ്കാരം? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പ്ലേറ്റിൽ കഴിച്ചു. ആ പ്ലേറ്റ് വടിച്ചു, ആ കൈകൾ ഇമ്പി, ആ കൈകൾ ഉറിഞ്ചി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക്. അങ്ങനെയാണോ കഴിക്കുന്നത്? അപ്പൊ ആരുടെ സംസ്കാരമായി? വെള്ളം കുടിക്കുന്നു, ഇടത്തെ കൈ കൊണ്ട് കുടിക്കുള്ളൂ. ആരേത്? ശൈത്താൻ. ഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. പിശാചി ഇടത് കൈ കൊണ്ട് കുടിക്കുന്നു, ഇടത് കൈ കൊണ്ട് കഴിക്കുന്നു. നമ്മുടെ കുഞ്ഞുമക്കൾ ഇടത് കൈ കൊണ്ട് ബിസ്ക്കറ്റ് തിന്നാൽ ഉമ്മയോ ഉപ്പയോ എതിർക്കോ? ഉമ്മ ഇപ്പൊ പറയും ഇടമോനെ ഇടത് കൈ കൊണ്ട് കഴിക്കല്ലെന്ന് പറയോ? ഇല്ല, പറയൂല. ഓനങ്ങനെ തിന്നു കിട്ടിയാൽ മതി, അവന് തിന്നാ മതി. എന്തെങ്കിലും അവൻ തിന്നിട്ടാണ് വയറ് ഒന്നുമില്ല, കാലിട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ അങ്ങനെ ശൈത്താൻ കുട്ടി വളർന്നൊരു ഉമ്മ തന്നെ അവസാനം പറയാം, എടാ ശൈത്താന ഇബ്ലീസ് നിന്നെ എത്ര വെച്ചിട്ട് കേൾക്കാത്ത കറക്റ്റ് ഒറിജിനൽ പേര് ഇപ്പോഴാണ് ഉമ്മ പറഞ്ഞത്.
അവന്റെ പേര് സാബിർ എന്നും സാദിഖ് എന്നൊക്കെ വേറെ പേര് കാണും. പക്ഷെ യഥാർത്ഥത്തിൽ ഉമ്മാക്ക് ആവശ്യമുള്ളപ്പോൾ അവനെ വിളിക്കുന്നത് ശൈത്താനെ, ഇബ്ലീസ് എന്നാണ്. കാരണം എന്താ? ഇബ്ലീസിന്റെ പണിയാ ചെയ്ത് കൊടുത്തോണ്ടിരുന്നത്. തുടക്കം മുതലേ ഉമ്മാക്ക് തന്നെ തെറ്റുപറ്റിപ്പോയി. ഔദു ബിസ്മി എല്ലാം മറന്നുപോയി. മറ്റേ ആ സമയത്ത് അത് വിട്ടുപോയത് കൊണ്ട് കറക്റ്റ് ശൈത്താന്റെ മക്കളായി തന്നെ. അത് തന്നെ ഏറ്റവും വലിയ പണിയാണ്. ഇവിടെ തന്നെ പഴിച്ചുപോയ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇടത്തെ കൈ കൊണ്ട് തിന്നെയും കുടിക്കാൻ കൂടെ ചെയ്യുമ്പോൾ അസിൽ അതിന്റെ വെളിപ്പെട്ട സ്വഭാവം. നാളെ ഇവൻ പോയി പറയും, നിങ്ങളല്ലേ എന്നെ ശൈത്താനാക്കിയത്, നിങ്ങളല്ലേ എന്നെ ഇബ്ലീസ് ആക്കിയത്, ഞാനാണ്. ഉമ്മയും കൂടെ ചേർന്നിട്ടല്ലേ എന്നെ ശൈത്താൻ ഇബ്ലീസ് ആക്കിയത്, അല്ല ഞാനല്ലല്ലോ. ആരാ പഠിപ്പിച്ചത്? മാതാപിതാക്കളെ പഠിപ്പിച്ചത്, അല്ല വേറെ ആരാ? ആഖിറത്തിൽ ചെല്ലുമ്പോൾ പിടികൊള്ളാൻ തയ്യാറായി യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു വലിയ ഹദീസ് വേറെ ഉണ്ട്. എനിക്കിപ്പോ സമയമില്ല. ഇക്രിമ റളിയല്ലാഹു അൻഹു പൊട്ടുന്നൊരു വലിയ ഹദീസ്. മക്കളെ കൊണ്ടുവന്ന മാതാപിതാക്കൾ യാതൊരു ഇല്ലാത്ത അവരെന്നെ വാപ്പാക്കും ഉമ്മാക്ക് എതിരെ സംസാരിക്കുന്ന ഒരു കാലഘട്ടം അതുണ്ടാകും. അപ്പൊ നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? എന്റെ ഉമ്മത്തുകൾ ഗേൾ ഫ്രണ്ടിനെ ബോയ് ഫ്രണ്ടിനെ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തുകൾ ഏറ്റെടുക്കാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ഹത്താ അദ്നാ സദീഖഹു വ അഖ്സാ അബാഹു നബിന റസൂലുള്ളാഹി. മാതാപിതാക്കളുടെ വാക്കുകൾ സ്വീകരിക്കോ? നമ്മളിപ്പോ ഒരു പെണ്ണിനെ ലൈൻ അടിച്ചു, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. വാപ്പാട് പോയി പറയും, വാപ്പ അങ്ങനെ ഒരാളെ ഞാൻ സ്വീകരിച്ചുള്ള ഇഷ്ടപ്പെടും, അങ്ങനെ ഉണ്ട്, എന്റെ കാല് വലിയ തട്ടി ഓടിക്കാം, അവളെ കൊണ്ടുവന്നാല് തീർന്നില്ല. വാപ്പായെ സ്വീകരിക്കും. അപ്പൊ രണ്ടുപേരും കൂടെ തീരുമാനിക്കും, ഞാൻ പറഞ്ഞിട്ട് സ്വീകരിക്കുന്നില്ല, ഉണ്ടോ ഇപ്പൊ പറഞ്ഞു തീർന്നേ ഉള്ളൂ, അടിക്കട്ടോ, നല്ലോണം അടിക്കട്ടെ. ഇതന്നെ പ്രസംഗിച്ച് അടി തുടങ്ങി. അറിയില്ല, അതാ ഈ ഉപ്പുപ്പന്മാർക്ക് ഈ കുട്ടികൾ ഇത് കേട്ടിട്ട് പള്ളി കൊടുത്തു. അത് നല്ല രസമാണ്. ഈ സാധനം റുക്കുവിൽ പോകുമ്പോ ഇവർക്ക് ഓഫാക്കാനും അറിയില്ല, ഇത് ചെയ്യാനും അറിയില്ല. അന്ന് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ നേരത്ത് ഉപ്പുപ്പ എടുത്ത് ചീത്ത് വിളിക്കും. ഇത് ഹറാം പറഞ്ഞ പിള്ളേരത് ഉണ്ടാക്കി വെച്ച നിസ്കാരത്തിൽ നമ്മളെല്ലാം നിസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അയാളുടെ തലമുറയിലോട്ട് കയറാൻ പറഞ്ഞു. എനിക്കിത് അറിയില്ല. ഈ കുട്ടികളെ ചെയ്ത് വെക്കുന്ന ഈ പരിപാടി നമ്മുടെ വീട്ടിൽ മൊബൈൽ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് അറിയില്ല. ഇങ്ങനെ കുത്തി അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെറിയ നല്ല നല്ല ഖുർആനായത്ത് ഇടാൻ പാടില്ല കേട്ടോ. മ്യൂസിക്കൊന്നും ഖുർആനായത്തായിട്ട് നമ്മുടെ മൊബൈലിൽ ഖുർആനായത്ത് ഇടാൻ പാടില്ല, ബാങ്ക് ഇടാൻ പാടില്ല, ദിക്ർ ഇടാൻ പാടില്ല, സലാത്തിന് ഇടാൻ പാടില്ല. കാരണം എന്താ? ശിർക്കാവും. എങ്ങനെ ശിർക്കാവും? ഖുർആന്റെ ഒരു ആയത്ത് നമ്മൾ ഓതുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ ഇൻസിനെയും മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. ഇപ്പൊ ഒരു കോള് വരുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ്. കോൾ വരുന്നു, ഈ ആയത്ത് ഓതിയത് പെട്ടെന്ന് ഹലോ എന്ന് വിളിക്കുന്നു. അപ്പൊ എടുത്തവിടെ വെച്ചാ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ്, ഞാൻ ജിന്നിനെ സൃഷ്ടിച്ചിട്ടില്ല, ഇൻസിനെ സൃഷ്ടിച്ചിട്ടില്ല. ആര് പറയാ? അല്ലാഹ് പറയാ. ശിർക്കായില്ല. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. നമ്മൾ ഉടനെ ഫോൺ എടുത്തു. അർത്ഥം പറഞ്ഞിട്ടാണോ ഈ ചങ്ങാതിമാരി ഫോൺ എടുക്കുന്നത്? ബാങ്ക് വിളിക്കുമ്പോഴോ അശ്ഹദു അല്ലാ ഇലാഹ ഹലോ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അർത്ഥം ഇല്ലല്ലാന്ന് പറഞ്ഞില്ല, അതിന് മുമ്പ് ഫോൺ എടുത്തില്ലേ? ഇത് ബാങ്ക് വിളിച്ച് തീരുന്നവരാരാ നോക്കിയിരിക്കുക. കോള് വന്നാലും പെട്ടെന്ന് എടുക്കല്ലേ ഫോണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഹലോ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഫോൺ എടുത്ത് കഴിഞ്ഞ സംഭവം. അർത്ഥം അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഖുർആന്റെ പല ആയത്തുകളിൽ ഇങ്ങനെ അർത്ഥങ്ങൾ പകുതി വെച്ച് നമ്മൾ ഓഫാക്കി ഇത് എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മ്യൂസിക് ഇല്ലാത്ത എത്രയോ ബൈറ്റുകളുണ്ട്. അല്ലെങ്കിൽ ചെറിയ കമ്മിയുടെ കുണുക്കം അടിക്കുന്ന ഒന്നോ രണ്ടെണ്ണം ഉള്ളതുണ്ടല്ലോ, അത് മതിയല്ലോ ഇപ്പൊ സംഭവം. എന്തിനിപ്പോ ഇതൊക്കെ കേട്ട് മനുഷ്യന്മാർക്ക് ഭ്രാന്ത് പിടിക്കാന്നുള്ളതല്ലാതെ വേറെ ഒരു ചങ്ങാതിമാരുണ്ട്, നമ്മളെ പാട്ട് കേൾപ്പിക്കും ഒരാളുകൾ. നമ്മൾ ഒരാളെ വിളിച്ചാൽ ഇങ്ങോട്ട് ഞാൻ എന്ന് പറഞ്ഞ ഇങ്ങനെ കേട്ടോണ്ട് നമ്മളിങ്ങനെ രസിച്ച് ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളെ കേൾപ്പിക്കാം. ചിലപ്പോൾ വിളിക്കുന്ന ഏതെങ്കിലും വലിയ ഉസ്താദന്മാരായിരിക്കും. അപ്പൊ ഉസ്താദന്മാരായിരിക്കും അങ്ങോട്ട് വിളിക്കുന്നത്. അപ്പൊ എടുക്കുമ്പോ ഇത് തന്നെ കേൾക്കുന്ന സംഭവം. അപ്പൊ അവരെ പോലും കേൾപ്പിക്കുകയാണ് നമ്മൾ. ആ തെറ്റുകൾ മറ്റുള്ളവരെ പോലും കേൾപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടല്ലേ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അങ്ങനെയുള്ള വഴികൾ പരിപൂർണമായി നമ്മൾ ഒഴിവാക്കണം. ഇത് പാശ്ചാത്യ ശൈലികളാണ്. അപ്പൊ ഈ കല്യാണ വീടുകളിൽ ഈ ബൊഫെ നിങ്ങൾ പോയി നിന്ന് തിന്നരുത്. മുറുവത്തിന് കേടാണ്. നിന്ന് തിന്നല്, നിന്ന് കുടിക്കൽ, ഇതൊക്കെ മുറുവത്തിന് കേടാണ്.
അതിഥികളെ വിളിച്ചു വരുത്തിയിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കണം. അങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മുൻകാലങ്ങളിൽ. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ആണല്ലോ ഈ പാശ്ചാത്യ സംസ്കാരം വന്നപ്പോഴാണല്ലോ ഇങ്ങനെ ഈ ബൊഫെ സംസ്കാരത്തിലൂടെ. അതുകൊണ്ട് അത് പാടില്ല, അത് പരിപൂർണമായി ഒഴിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയി ഇതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ എന്റെ ഉമ്മത്തിന്റെ മേൽ അധികാരികളായി കടന്നു വരും ഒരു വിഭാഗം, അവരുടെ ശരീരം മനുഷ്യന്റെ ശരീരം പോലെയാ, അവരുടെ ഹൃദയങ്ങളോ പിശാചുക്കളുടെ ഹൃദയം പോലെയാണ്. ആ വിഭാഗമാണ് എന്റെ ഉമ്മത്തിന്റെ അധികാരത്തിന്റെ സോമാനത്തിൽ കയറിയിരിക്കുന്നത്. അവർക്കെതിരെ സംസാരിച്ചാൽ അവർ കുമലുകളെയും ഇനി മിണ്ടാതിരുന്നാലോ. ഇതാണ് നിയമം, നമുക്ക് പാസ്സാക്കാൻ പറ്റിയ അവസരം എന്ന് കരുതി അവർ ആ തക്കം നോക്കി അവർ നമ്മെ കൈകാര്യം ചെയ്യും. ഇസ്ലാമിൽ ആദരിക്കപ്പെട്ട വസ്തുക്കളെ ചവിട്ടി മെതിക്കും. ഇസ്ലാമിന്റെ നിയമങ്ങളെ മുഴുവനും അവർ മാറ്റിമറിക്കും. ഒന്നും പറയണ്ടല്ലോ, വിശദീകരിച്ചൊന്നും പറയണ്ടല്ലോ, ഹദീസാണ്, ഒന്നും പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുക. ഇതൊന്നും വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അറിയല്ല, ബുദ്ധിയുള്ളവർ ഹുർമത്തുകൾ, ഇസ്ലാം ആദരിച്ച വസ്തുക്കളെയൊക്കെ അനാദരിക്കും. അതേപോലെ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഓരോരോ നിയമങ്ങൾ ഇങ്ങനെ മെല്ലെ 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 ആ നിയമങ്ങളൊക്കെ മെല്ലെ മെല്ലെ മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ഖൗമ് എന്റെ ഉമ്മത്തിന്റെ മേൽ അധികാരം ഏറ്റെടുക്കാൻ വരും. وَإِذَا أَرَدْنَا أَن نُّهْلِكَ قَرْيَةً أَمَرْنَا مُتْرَفِيهَا فَفَسَقُوا فِيهَا فَحَقَّ عَلَيْهَا الْقَوْلُ فَدَمَّرْنَاهَا تَدْمِيرًا. അള്ളാഹുവിന് വഴിപ്പെടാതെ അള്ളാഹുവിനെ എതിര് പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമുദായമായി നമ്മൾ അധപ്പതിച്ചു പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മേലധികാരികളെ കൊണ്ട് നമ്മളെ കൈകാര്യം ചെയ്യുന്ന വഴിയാണ്. അഹങ്കാരികളോട് പറയും, ഇവരുടെ മേൽ നിങ്ങൾ കടന്നാക്രമണം നടത്ത്. അങ്ങനെ ആക്രമിക്കാൻ അവർ തുടങ്ങും. അവസാന ഘട്ടത്തിൽ എല്ലാം കൂടെ അള്ളാഹു പൊക്കിയെടുത്ത് ഒറ്റയടിയാൻ അടിക്കും. ഇതാണ് കാണാറുള്ളത്. അതുകൊണ്ട് അള്ളാഹു ഒരു പഴുത് നമുക്ക് പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. വലിയ വലിയ വിപത്തുകൾ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഡോസുകൾ നൽകി അള്ളാഹു പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അള്ളാഹുലേക്ക് മടങ്ങുവിൻ, പടച്ച തമ്പുരാനോട് പശ്ചാത്തപിച്ച് മടങ്ങുവിൻ, നന്മയായ കാര്യങ്ങൾ ചെയ്യുവിൻ, നല്ല കർമ്മങ്ങൾ ചെയ്യുവിൻ. ഒറ്റ ഹദീസ് കൂടെ അബൂ ദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഫീമാ യർബിഹി അൻ റബ്ബിഹി, അല്ലാഹു പറഞ്ഞതായുള്ള ഖുദ്സിയായ ഹദീസാണ്. യഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു പറയുകയാണ്, അനല്ലാഹു മാലികുൽ മുലൂക് വ മലികുൽ മുലൂക് ഖുലൂബുൽ മുലൂകി ബിയദി, ഞാനാണ് ജഗദ്നിയന്താവായ റബ്ബ്, ഞാനാണ് അധികാരി, ഞാനാണ് അധിപരാശക്തി, ഞാനല്ലാതെ ഒരു ഇലാഹു ലോകത്തിലില്ല. ഖുലൂബുൽ മുലൂകി ബിയദി, അധികാരികളെ അവരോധിക്കുന്നത് ഞാനാണ്, അധികാരികളെ നിയന്ത്രിക്കുന്നത് ഞാനാണ്, അധികാരികളുടെ ഹൃദയങ്ങൾ എന്റെ കൈകളിലാണ്, അവരുടെ സ്വഭാവം അവരുടെ കഠിനാണ് എന്റെ കൈകളിലാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അവരുടെ ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ ദാസന്മാരോട് പറയട്ടെ, ദാസിമാരോട് പറയട്ടെ, ഇന്നൽ അബ്ദ ഇദാ അതാഉനി ഹവൽതു ഖുലൂബ മുലൂകിഹിം ബിർറഅഫതി വറഹ്മ. എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഹദീസാണ്. എന്റെ ഉമ്മത്തികളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നമുക്ക് നാളെ രക്ഷ വേണമോ, ദുനിയാവിൽ രക്ഷ വേണമോ, ഭരണകൂടത്തിന്റെ കറാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷ വേണമോ, ഇസ്ലാമിക ആദർശങ്ങളെ ചവിട്ടിത്തേക്കുമ്പോ അതിൽ നിന്ന് കരകയറാൻ ഒരേ ഒരു മാർഗം മാത്രമാണ്. അത് അല്ലാഹു പറഞ്ഞു തന്ന വഴി മാത്രമാണ്. എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്. അല്ലാഹു പറയുകയാ, ഇന്നൽ അബ്ദ ഇദാ അതാഉനി, എന്റെ ദാസന്മാർ എന്നെ
വഴിപ്പെട്ടാൽ ഞാൻ ഏത് അധികാരികളെയാണോ അധികാരത്തിന്റെ സ്വഭാവത്തിൽ കയറ്റിയിരുത്തിയത് ആ അധികാരികളുടെ ഹൃദയങ്ങളെ സ്നേഹവും സാഹോദര്യവും കൊണ്ട് സഹതാപവും കൊണ്ട് ഞാൻ മാറ്റിമറിക്കാം. അതല്ല എന്റെ ദാസന്മാർ എന്റെ ദാസിമാർ എനിക്ക് എതിരാണോ പ്രവർത്തിക്കുന്നത്, എന്നെ അവർ ധിക്കരിക്കുകയാണോ, ഞാൻ അധികാരികളുടെ ഹൃദയങ്ങളെ നിങ്ങളുടെ മേൽ കോപം കൊണ്ടും ക്രോധം കൊണ്ടും ഞാൻ മാറ്റിമറിക്കും. സഹോദരങ്ങളെ, ഏ ദാസന്മാരെ, അവർ നാനാഭാഗത്തുകൂടി നിങ്ങളെ വലയം ചെയ്ത് നിങ്ങളെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അധികാരികൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കെതിരെ അധികാരികൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കെതിരെ മറിച്ച് നിങ്ങൾ ദുആ ചെയ്യേണ്ടത് നിങ്ങൾ എന്നോട് നിങ്ങളുടെ ദയയോട് ഹൃദയത്തോട് എന്നിലേക്ക് നിങ്ങൾ മടങ്ങി വരേണമേ. അതല്ലാതെ അധികാരികൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. ഞങ്ങളുടെ കരങ്ങൾ, ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തികൾ കാരണമായിട്ടാണ് ആ അധികാരികൾ നിങ്ങളുടെ മേൽ കടന്നാക്രമണം നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വഴിപ്പെട്ടാൽ ഞാൻ അവരെ കൈകാര്യം ചെയ്തുകൊള്ളാം. നമ്രൂദ് എന്ന അഹങ്കാരി അധികാരത്തിന്റെ കസേരയിൽ നിന്ന് ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അധികാരത്തിന്റെ കസേരയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കയറ്റിയിരുത്തിയത് അല്ലാഹ്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വകവരുത്താൻ വേണ്ടി അഹോരാത്രം പാടുപെട്ട ഫറോവയെ അധികാരത്തിന്റെ കസേരയിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് അതേ കസേരയിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കയറ്റിയിരുത്തിയത് അല്ലാഹ്. അതേ അല്ലാഹു തന്നെയാണ് ഈ നാട്ടിലുള്ള അധികാരികളെ സംരക്ഷിക്കുന്നത്, സഹായിക്കുന്നത്. പക്ഷേ മുസ്ലിം ഉമ്മത്തേ, നമുക്ക് സഹായം വേണമോ? നമ്മളെ ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിലടിച്ച് നമ്മുടെ പലകുത്തി നമ്മളെ മടപ്പിക്കാതെ, നമ്മൾ പരസ്പരം തമ്മിലടിച്ച് തമ്മാടിത്തം പറഞ്ഞ് വിഴുപ്പ് പാട്ട് മലക്കാതെ, പരസ്പര സലാം പറഞ്ഞ് കൈകോർത്ത് ഒരൊറ്റ തസ്ബീഹ് മണിയുടെ മൊത്തമാല പോലെ അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങാനും സൗഹാർദ്ദം നിലനിർത്താനും സഹവർത്തിത്വത്തോടുകൂടി പ്രവർത്തിക്കാനും ഞാൻ നിങ്ങൾ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് വരുന്ന നൂറ്റാണ്ട് എനിക്കും നിങ്ങൾക്കും കൺകുളിർമയുള്ള നൂറ്റാണ്ടായി മാറും. ഇല്ലയെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷകൾ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയരാകേണ്ടി വരും. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങളെ അതിൽ നിന്ന് കരകയറ്റണമേ അല്ലാഹ്. നിന്നെ വഴിപ്പെട്ട് ജീവിക്കുന്ന സാലിഹീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നസീബാക്കണേ അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങും, നമസ്കാരത്തിലേക്ക് മടങ്ങും, ഇബാദത്തിലേക്ക് മടങ്ങും. അവിടെ ഇവിടെയും വനായും വിത്തനായും ഫസാദും പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യാതെ ഈ പറയപ്പെട്ട വിഷയങ്ങൾ തന്റെ ഭാഗത്തുള്ള ന്യൂനതകൾ മാറ്റിയിട്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങ്. റമളാനിനെ നല്ല നിലയിൽ വരവേൽക്ക്. ഇൻഷാ അല്ലാഹ് നമുക്ക് സന്തോഷിക്കാം, നമുക്ക് സമാധാനിക്കാം, നമുക്ക് ആഹ്ലാദിക്കാം. ഇല്ലെങ്കിൽ കണ്ണുനീരായിരിക്കും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പടച്ചവൻ അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന സാലിഹീങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.